Close your eyes and keep your hands opened in silence. May the power of the Holy Spirit, His mighty power, descend upon you. കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി നിൻ്റെ മേലെ ഇറങ്ങി വരട്ടെ. ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങട്ടെ. ഇരു കരങ്ങൾ ശിരസിൽ വയ്ക്കുക. Keep both your hands on your head. Receive the power of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ സ്വീകരിക്കുക. യേശു അരുളി ചെയ്തു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. Jesus said, when you shall receive power when the Holy Spirit shall come upon you. അപ്പോസ്തല പ്രവർത്തനം 1:8 വാഗ്ദാനമാണ്. It is a promise in Acts 1:8. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. You shall receive power when the Holy Spirit shall come upon you. ഇത് പറയാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കും. I will receive power. I will receive power. You will receive power. And the Holy Spirit has come upon you. Receive the power. നിന്റെ ആത്മാവിൽ നിറയട്ടെ. May it fill your soul. പത്രോസിനെയും ആദിമസഭയിലെ അപ്പോസ്തലന്മാരെയും കരുത്തരും ശക്തരുമാക്കിയ പരിശുദ്ധാത്മാവ് The Holy Spirit who made Peter and the early may make you strong and powerful. Glory. Hallelujah. തന്നെ സ്തുതിക്കട്ടെ. Hallelujah. Glory. Hallelujah. Glory. Hallelujah. Glory. സ്തുതിക്കുന്ന സ്തോത്രം, നന്ദി, അങ്ങേക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. Hail Mary, full of grace, the Lord is with thee. Blessed art thou amongst women, and blessed is the fruit of thy womb, Jesus. അരുൾ നിറയുന്ന മരിയേ വാഴുക, കർത്താവ് നമ്മുടനെയ പെണ്ണുള്ള ആശീർവാദങ്ങളുടെ നേരെ നമ്മുടെ തിരുവരികനിയായ യേശു ആശീർവദിക്കപ്പെട്ടവരെ. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും എന്നും എപ്പോഴും നിന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ മധ്യസ്ഥവും സാന്നിധ്യവും സംരക്ഷണവും അവിടുത്തെ അധികാരവും ശക്തിയും അഭിഷേകത്തിൻ്റെ മുദ്രയും അതും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ. വീണ്ടും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കരുത്. കർത്താവ് അടിച്ചൊരു വചനമുണ്ട്, യോഹന്നാൻ 7:37-39 വചനം. There's a word that the Lord has said in John 7:37-39. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ If anyone thirsts,
അവൻ എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. Let him come to me and drink. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് Out of the heart of the believer, ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. streams of living waters shall flow. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് After receiving the Holy Spirit, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് after being filled with the Holy ഈ Spirit, ജീവജലത്തിന്റെ അരുവികൾ ഒഴുകാൻ അനുവദിക്കണം. we have to let these streams of living water flow out of us. അത് നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും പുറപ്പെടണം. The charisms, gift and the fruits of the Holy Spirit should come out of us. വസ്തുതയിൽ നമ്മുടെ കൂട്ടായ്മയിൽ വരങ്ങൾക്ക് അല്ല വരങ്ങളെക്കുറിച്ച് വലിയൊരു പഠനമോ അതിനെക്കുറിച്ച് കൂടുതലൊരു പ്രഘോഷമൊന്നും ഉണ്ടായിട്ടില്ല. In fact, in our we have never had deep teachings on the gifts of the Holy ഞാൻ Spirit. ഇന്ന് ഈ സുസൻ ആദ്യയുടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ ആരംഭിച്ച സമയത്ത് വളരെ പെട്ടെന്നൊരു സന്ദേശം എൻ്റെ അടുക്കൽ വരികയാണ്. ഞാൻ കേട്ടത് ഇതാണ്: ജീപ്പ് അപകടം. As soon as I came here for the service, I heard a message which said jeep accident. ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. ആർക്കോ വേണ്ടിയുള്ള ഒരു സന്ദേശമായിരുന്നു. പക്ഷേ അത് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ I immediately prayed thinking that it was for someone else, but as soon as I prayed, പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. As soon as I prayed, the Holy Spirit reminded me one thing. 1988 എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ In 1988, at the beginning of my spiritual life, ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവൃത്തികളെ കുറിച്ചാണ് പറയുക, വരങ്ങളെ കുറിച്ചാണ് പറയുക. I am talking about the deeds and the gifts of the Holy Spirit. ഞാനിങ്ങനെ കാണുകയാണ്, എൻ്റെ കൺമുമ്പിൽ എഴുതി കാണിക്കുകയാണ് ജീപ്പ് അപകടം. I am seeing before my eyes written jeep accident. അത് കാണുന്ന എഴുതി കാണിക്കുന്ന രീതിയിലാണ് എഴുതി വെച്ചിരിക്കുകയാണ് ജീപ്പ് അപകടം. I am seeing it in such a way that it is written as text. അതൊരു 3 പ്രാവശ്യം ആവർത്തിച്ചു. It was repeated thrice. അപ്പോൾ എനിക്ക് മനസ്സിലായി എവിടെയോ ആർക്കോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു. So I understood somewhere someone is going to meet with an accident. എനിക്ക് ഈ വെളിപ്പെടുത്തൽ കിട്ടിയ അന്ന് എൻ്റെ സഹോദരിയും അവരുടെ ഭർത്താവും അതിലൊരു കുഞ്ഞും കൂടി ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. The day I got this message, my sister, her husband and child, they were traveling in a vehicle. അവർ കോട്ടയത്ത് നിന്ന് മൂവാറ്റുപുഴ മഹാബലി കടന്നു പോകുമ്പോൾ While they were going from Kottayam to Muvattupuzha, വണ്ടി എങ്ങനെയോ കയ്യിൽ നിന്നും കൺട്രോൾ വിട്ടിട്ട് റോഡിൻ്റെ വെളിയിലേക്ക് വണ്ടി പാഞ്ഞു പോയി. somehow they lost the balance and the vehicle went out of track. വണ്ടി എന്നൊരു ഭിത്തിക്ക് ഇടിച്ചു. And it clashed with ഒരു ഭിത്തിയിൽ ഇടിച്ചിട്ട് അതിൻ്റെ പിൻഭാഗത്തെ ഡോറ് തുറന്നു പോയി. It clashed on a wall and the door of the backside was opened. പിൻഭാഗത്ത് ഇളയ കുഞ്ഞും ആ കുഞ്ഞിനെ നോക്കുന്ന ഒരു വേറെ പെൺകുട്ടി ഉണ്ടായിരുന്നു. At the backside their last child and another girl was there. ഈ കുഞ്ഞ് 1 വയസ്സ് പോലും കുഞ്ഞിനില്ല. ആ കുഞ്ഞ് വണ്ടി തെറിച്ചു പോയി. ഇവർ കാണുന്നത് കുഞ്ഞിൽ നിന്ന് വീഴുന്ന കുറേ കരിങ്കൽ കൂമ്പാരത്തിനിടയിലേക്കാണ്. The child was not even 1 year old, but it flew away from the vehicle and they saw her landing on a heap of stones. 37 വർഷം മുമ്പ് നമുക്കറിയാം നമ്മുടെ റോഡിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ റോഡിൽ കൊണ്ട് കല്ലിങ്ങനെ കരിങ്കൽ കൊണ്ട് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ കരിങ്കലിന് മുകളിലേക്കാണ് കുഞ്ഞിത് തെറിച്ച് വീഴുന്നത്. So the child was falling on a heap of stones. ഇവർ വണ്ടി ഒരു ദിവസം ചാടി ഇറങ്ങി കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഓടിച്ചെന്ന് അവർ പറഞ്ഞു കുഞ്ഞ് മിച്ചമില്ല എന്നാണ് വിചാരിച്ചു. കാരണം കരിങ്കൽ കൂമ്പാരമാണ്. They immediately ran to take the child and they thought that the child was no more because it was such a heap of stones. തെറിച്ചുപോയ കുഞ്ഞിന്ന് വീണത് ആ കരിങ്കലിനിടയിൽ ഒരല്പസ്ഥലം ഗ്യാപ്പ് കിടപ്പുണ്ടായിരുന്നു. അവിടെ പുല്ല് ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിന് ചെന്ന് വീഴാൻ മാത്രം പാകത്തുള്ളൊരു സ്ഥലം, ഇത്രമാത്രം സ്പേസേ ഉള്ളൂ. അവിടെ ചെന്ന് കുഞ്ഞ് വീണത് ഒരു പോറൽ പോലും ഏൽക്കാതെ കഥ കുഞ്ഞിനെ കാത്തു. But the child fell upon a lawn of grass that was in between these heap of stones, and God protected the child in such a way that not even a scratch appeared on the child. വസ്തുതയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം ഒരു മുന്നറിയിപ്പ് തന്നും അതിനുവേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് ആർക്കെന്നറിയില്ല, പ്രാർത്ഥിച്ചതുകൊണ്ട് ആ കുഞ്ഞിനെ ഒരു അപകടത്തിൽ ദൈവം രക്ഷപ്പെടുത്തി. In fact, God gave a revelation and I prayed for that, and because of that the Lord saved the child from such an accident. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളുടെ മഹത്വം എത്രയോ വലുതാണ്. So how great is the glory of our prayers. നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. We have been called to pray. നമ്മുടെ സമയം പലപ്പോഴും ലോകത്തിലും ഇൻ്റർനെറ്റിലൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ ഇതുമാത്രം പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. When we spend our time in internet and other worldly matters, how much time is lost in prayer. നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന അഭിഷേകത്തെ എത്രമാത്രം സ്നേഹിക്കാമോ
അതുപോലെ സ്നേഹിക്കുക. You should love the anointing that you have received as much as possible. പ്രത്യേകമായിട്ട് ഇന്ന് കർത്താവ് തന്നത് വലിയൊരു സ്നേഹത്തിൻ്റെ അഭിഷേകമാണ്. Today the Lord gave a great anointing of love. ആ സ്നേഹം നമ്മൾ നിറച്ച് നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. We should fill us with that love and give it to others. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ സാധിച്ചതിൽ കുറേ പേർ അഭിമാനിച്ചിട്ടുണ്ട്. There were ആരായിരുന്നറിയോ? some people, they were very proud to have faced humiliation in the name of Jesus. Do you know who they were? യോഹന്നാനൊക്കെയാണ്. It was Peter and John. യേശുവിൻ്റെ നാമത്തിൽ വചനം പറയാൻ പാടില്ല, രോഗികളെ സുഖപ്പെടുത്താൻ പാടില്ല, അങ്ങനെയുള്ള ഒരു ഭീഷണി അവർ തല്ലി. They got a threat that they shouldn't talk about the name of Jesus or do miracles, and they were beaten. വചനം പറഞ്ഞിരിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ അവർ സന്തോഷിച്ചു. ഹല്ലേലൂയ. The word says that they were happy because they got the chance to be humiliated for the name of Jesus. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ മുമ്പിൽ താഴുമ്പോൾ, നമ്മൾ എളിമപ്പെടുമ്പോൾ, അത് യേശുവിൻ്റെ നാമത്തിലാകുമ്പോൾ ഒരിക്കലും അത് അപമാനമല്ല, അഭിമാനമാണ്. So when we humble ourselves before others in the name of Jesus, it is not an insult, rather it is a proud moment. നിങ്ങൾക്ക് ലഭിച്ചതാ ഇന്ന് ലഭിച്ച നിങ്ങൾ വിശ്വസിക്കുന്നോ? നിങ്ങളിലേക്ക് ഒരു അഭിഷേകം വന്നു എന്ന് വിശ്വസിക്കുന്നോ? നിങ്ങൾ Do you believe you have received an anointing? ആ സ്നേഹത്തിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ When the anointing of love came, നിങ്ങളുടെ ശരീരത്തിൽ ഒരു വലിയ ശക്തി വന്നിരുന്നു. a power came upon your body. അത് ശാരീരികമായിട്ടുണ്ടായിരുന്ന എത്രയോ ബന്ധനങ്ങൾ അവിടെ തകർന്നു പോയി. Many bondages in your body have been destroyed. അത് സ്നേഹത്തിൻ്റെ അഭിഷേകം വന്നപ്പോഴാണ്, ആ പ്രാർത്ഥന സമയത്താണ്. That happened during the love anointing, that prayer time. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വ്യക്തമായി അനുഭവിച്ചറിഞ്ഞു. ആരെല്ലാമോ ഒരു വലിയ, ഞാൻ തന്നെ ചോദിക്കണം വിചാരിച്ച് മറന്നുപോയാണ്, ആരുടെയൊക്കെ ശരീരത്തിൽ വലിയൊരു ശക്തി, ഒരു ബലം, ഒരു സൗഖ്യം ആർക്കെല്ലാമോ കിട്ടിയിട്ടുണ്ട് ആ നിമിഷത്തിൽ. I experienced that many got healings and deliverance and freedom in their body during those times. പ്രിയമുള്ളവരെ, നമുക്ക് സ്നേഹിക്കാം. Dear ones, let us love. ഈ പെന്തക്കോസ്ത് രാത്രി നമുക്ക് ദൈവം നൽകുന്ന കൽപ്പന അതാണ്. This Pentecost night, the commandment that God gives us is love. സ്നേഹിക്കുക, love, സ്നേഹം കൊടുക്കുക, give love, എല്ലാവരെയും നേടുക, and gain everyone. കൈയെടുത്ത് പിടിക്കാം. Lift up your hands. ആദ്യമ ക്രൈസ്തവർ അവർ ക്രിസ്ത്യാനിൽ നിന്ന് വിളിക്കപ്പെട്ടത് അവരുടെ സ്നേഹം കണ്ടതുകൊണ്ടാണ്. The early church, they were called as Christians after seeing their love. അവർ സ്നേഹത്തിൽ നിറഞ്ഞവരും സ്നേഹം കൊടുത്തവരുമാണ് അവർ. They were full of love and they were giving love. അതുകൊണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയും സാന്നിധ്യവും ഉണ്ടായിരുന്നു. So the power and the presence of the Holy Spirit was there upon them. നമ്മൾ കടന്നു വരുന്ന നീരസമോ അമർഷമോ ക്രോധമോ ശോഭമോ, The bitterness, anger, wrath, everything that comes upon us, വിദ്വേഷമോ വെറുപ്പോ പകയോ പ്രതികാര ചിന്തകളോ, the vengeance, revenge or hatred, ഇതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്നതാണ്. it all weakens the Holy Spirit of God. സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക. Love and give love. ഞാനിത് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന് വലിയ അഭിഷേകം ഇങ്ങനെ വർഷിക്കപ്പെടുകയാണ് ശക്തമായിട്ട്. When I say this, I see the anointing of the Holy Spirit being showered everywhere. ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹമാണ് പ്രിയമുള്ളവരെ. Today the world has lost love. അത് ദൈവം നമ്മളിലൂടെ വീണ്ടും പുനഃസ്ഥാപിക്കട്ടെ. And may God establish it again through us. ഏലിയാവ് എല്ലാം പുനഃസ്ഥാപിക്കുന്ന വാഗ്ദാനമുണ്ടല്ലോ. There is a promise that everything lost will be re-established. ആ ഏലിയ അഭിഷേകത്തിന്റെ ശക്തിയിൽ എല്ലാം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. In that Elijah anointing power, may everything be re-established. നിന്റെ സ്വന്തം കുടുംബത്തിലെ ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞ് എല്ലാവരും സ്നേഹിക്കുന്നവരും ക്ഷമിക്കുന്നവരുമായി മാറട്ടെ. In your own family, may everyone be filled with love and may everyone forgive and love one another. തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന, നന്ദി, സ്തുതി, സ്തോത്രം, മഹത്വം, ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. ഉണരട്ടെ, ഉണരട്ടെ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ അഭിഷേകം എല്ലാവരും നിറയട്ടെ, ഉണരട്ടെ. റൈസ്. ഹല്ലേലൂയ. കൈലടിച്ച് കേൾക്കൊട്ടിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ആമേൻ, ഗ്ലോറി. എല്ലാ അന്ധകാരത്തെ ബന്ധിക്കുന്നു, ആധിപത്യങ്ങളെ ബന്ധിക്കുന്നു, വെറുപ്പിന്റെ പകയുടെ സാധാരണ ബന്ധിക്കുന്നു, അടിമകളെ അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. I bind every demon, I bind every disease spirit, I bind every serpent scorpion. I command you to surrender and to surrender.
ഹല്ലേലൂയ, ഗ്ലോറി, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങൾ വസിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ വീര്യപ്രവൃത്തികൾ നിങ്ങൾ ഉണരട്ടെ. May the mighty deeds of the Holy Spirit dwelling within you arise in you. രോഗികളെ സുഖപ്പെടുത്തുവാൻ, To heal the sick, പിശാചുകളെ പുറത്താക്കുവാൻ, to cast out the evil spirits, കെട്ടുകൾ അഴിക്കുവാൻ, to break the ബന്ധനങ്ങൾ bondages, തകർക്കുവാൻ to destroy the ദൈവത്തിന്റെ bondages. ആത്മാവ് The Spirit of നിനക്ക് God, ശക്തി നൽകട്ടെ. may He give you power. നിന്നെ കരുത്തനാകട്ടെ, May He make you strong. ശക്തനാകട്ടെ, May He make you ശക്തിയാകട്ടെ. ഈ ലോകത്തിന് മേൽ വിജയം വരിക്കുവാൻ To gain victory over this world, ദൈവത്തിന്റെ അഭിഷേകം, the anointing of the Lord, Spirit in Jesus, Spirit in Jesus, Spirit in Jesus, Spirit in Jesus may anoint you, may fill you. നിന്നെ ഉപയോഗിക്കട്ടെ ദൈവത്തിന്റെ അഭിഷേകം. ശക്തിയോടെ 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 ഉപയോഗിക്കട്ടെ, കരുത്തോടെ ഉപയോഗിക്കട്ടെ. ഉണരട്ടെ, ഉണരട്ടെ, ഉണരട്ടെ. Hallelujah, glory, hallelujah, hallelujah, glory, hallelujah, glory, hallelujah, glory, hallelujah, glory. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ചേർന്ന് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. ഇരുന്നുള്ളൂ. എസെക്കിയേൽ 37 നമ്മൾ പല പ്രാവശ്യം കേട്ടുള്ള വചനമാണ്. അതാണ് വചനം. അസ്ഥികളുടെ താഴെ വരാം. Ezekiel 37, it is the word which we have heard many times. It is about the valley of dry bones. കേട്ടിട്ടുണ്ടെങ്കിലും കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ്. വചനമാണ് എസെക്കിയേൽ 37:1. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. The hand of the Lord came upon me, അവിടുന്ന് ആത്മാവിനാൽ എന്നെ നയിച്ച് and He brought me out by the Spirit of the Lord, അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. and set me down in the middle of a valley full of bones. അവിടുന്ന് അവിടെ ചുറ്റും നടത്തി. He led me all around them. അവ വളരെയേറെ ഉണ്ടായിരുന്നു. They were very many, അവ ഉണങ്ങി വരണ്ടിരുന്നു. and they were very dry. അവിടുന്ന് എന്നോട് ചോദിച്ചു, He said to me, മനുഷ്യപുത്ര, Mortal, ഈ അസ്ഥികൾക്ക് can these bones live? ഞാൻ പറഞ്ഞു, I answered, ദൈവമേ കർത്താവേ, O Lord God, അങ്ങേക്ക് അറിയാമല്ലോ. you know. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, Then He said to ഈ me, അസ്ഥികളോട് നീ പ്രവചിക്കുക. Prophesy to these bones, വരണ്ട അസ്ഥികളെ, O dry bones, കർത്താവിന്റെ വചനം കേൾക്കുവനെന്ന് hear the word of the Lord. അവയോട് പറയുക. Say to them, ദൈവമേ കർത്താവ് Thus says the Lord ഈ God. അസ്ഥികളോട് അരുളി ചെയ്യുന്നു, Thus says the Lord God to these bones, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും. I will cause breath to നിങ്ങൾ enter ജീവിക്കും. you, and you shall live. ഞാൻ നിങ്ങളുടെ മേൽ Upon you ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും I will lay sinews, മാംസം വളർത്തുകയും and will cause flesh to come upon ചർമ്മം you, പൊതിയുകയും and cover you with skin, നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. and put breath in you, നിങ്ങൾ ജീവൻ പ്രാപിക്കും. and you shall live, ഞാനാണ് കർത്താവ് എന്ന് and you shall know അപ്പോൾ നിങ്ങൾ അറിയും. that I am the Lord. ഹല്ലേലൂയ. അസ്ഥികളുടെ ഒരു താഴ്വര, A valley of dry bones. അസ്ഥി അവിടെ ചിതറി കിടക്കുന്നു. The bones are scattered there. കർത്താവ് ആദ്യം ചെയ്ത പ്രവൃത്തി ഇതാണ്, എന്നെ അവിടെ ചുറ്റും നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The first deed that the Lord did was He made him go around it. അവ വളരെ ഏറെ ഉണ്ടായിരുന്നു. They were very many. അവ ഉണങ്ങി വരണ്ടിരുന്നു. They were very dry. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? And the Lord asked, Can these bones live? എസെക്കിയേൽ പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് അറിയാം. And Ezekiel said, Lord, you know. ഇവിടെ കർത്താവ് പറയുകയാണ്, ഈ വരണ്ട അസ്ഥികളോട് നീ പ്രവചിക്കുക, പ്രഘോഷിക്കുക. And then the Lord says, You prophesy to these dry bones. വരണ്ട അസ്ഥികളെ O dry, കർത്താവിന്റെ വചനം കേൾക്കുന്നു അവിടെ പറയുക. and He told him to say, O dry bones, hear the word of the Lord. എന്താണ് പറയേണ്ടത്? എല്ലാവരും പറയണം, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇവിടെ ശ്രദ്ധിക്കണമേ, അവിടെ കിടക്കുന്ന ഉണങ്ങി വരേണ്ട അസ്ഥികളാണ്, യാതൊരു ജീവനുമില്ലാതെ. It was the dry bones that were scattered there without any life. എത്രയോ കാലമായി അവിടെ കിടപ്പുണ്ടത്. It was there for many years. ഒരു വലിയ
കൂട്ടം ഒത്തിരിയേറെ അസ്ഥികൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ്, ചിതറിക്കിടക്കുകയാണ്. It was a heap of bones scattered everywhere. അതെല്ലാം ഉണങ്ങിയവരുടെ അസ്ഥികളാണ്. And they were very dry. യാതൊരു ജീവനും അതിലുണ്ടായിരുന്നില്ല. There was no life in it. അപ്പോൾ കർത്താവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? And the Lord asked, mortal, can these dry bones live? ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? Can these bones live? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, കർത്താവേ, അങ്ങേക്കറിയാം, എനിക്കറിയില്ല. And the prophet said, Lord, you know, I do not know. ഉടനെ കർത്താവ് പറയാണ്, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. Immediately the Lord says, prophesy to these bones. പ്രവാചകൻ പ്രവചിച്ചു. And the prophet prophesied. പ്രവചിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? And when he prophesied, what happened? ഞാൻ 5-ാമത്തെ വചനമാണ്, ദൈവമേ കർത്താവ് അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങൾ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ജീവൻ പ്രാപിക്കും. I will cause breath to enter you and you shall live. I will lay sinews on you and will cause flesh to come upon you and cover you with skin and put breath in you and you shall live and you shall know that I am the Lord. 7-ാമത്തെ വചനം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരികിരാ ശബ്ദം, വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. So I prophesied as I had been commanded, and as I prophesied, suddenly there was a noise, a rattling, and the ഹല്ലേലൂയ. എസെക്കിയേൽ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ എന്താ പ്രവചിച്ചത്? When Ezekiel prophesied to the bones, എന്ത് പറയാനാ പറഞ്ഞത്? വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം കേൾക്കുവിൻ. ഹല്ലേലൂയ. He prophesied saying, O dry bones, hear the word of the Lord. അപ്പോൾ ആ വരണ്ട അസ്ഥികളോട് കൽപ്പിക്കുകയാണ്, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം കേൾക്കുക. So he commands to the dry bones, O dry bones, hear the word of the Lord. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ And when he said that, ചിതറിക്കിടന്ന അസ്ഥികൾ the bones that were scattered, കൂടിച്ചേർന്നു. they started coming together. ഹല്ലേലൂയ. ചിതറിക്കിടന്ന അസ്ഥികൾ എവിടെ കൂടിച്ചേർന്നത്? അതാത് ശരീരത്തിന്റെ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേർന്നു. When he prophesied, when he commanded, the scattered bones were joined together in such a way that it was fitting the body correctly. ശ്രദ്ധിക്കണമേ, അസ്ഥികൾ ഇങ്ങനെ വലിയൊരു മേഖല മുഴുവൻ അസ്ഥികൾ ഇങ്ങനെ കൂമ്പാരമായി ചിതറിക്കിടക്കുകയാണ്. ഈ വചനം വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഇവയ്ക്കെല്ലാം ജീവൻ വെച്ചു. ഹല്ലേലൂയ. ഇവയ്ക്കെല്ലാം ജീവനുണ്ടായി. The bones were scattered all around, but as soon as the word of God came, the bones got life and they started coming together. അസ്ഥികൾക്ക് ജീവൻ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അസ്ഥികൾ എന്ത് ചെയ്തു? അവർക്ക് തിരിച്ചറിവുണ്ടായി, തങ്ങളുടെ ഉടമ ആരാണ്. അങ്ങനെ പറയാണ്, when the bones got life, they got the sense that who was there. അവർ വളരെ വേഗത്തിൽ അവർ കൂടിച്ചേരുകയാണ്. ചിതറിക്കിടന്ന ഒരു അസ്ഥികൂടത്തിലെ അസ്ഥികളാണ് പരസ്പരം അവയെല്ലാം ഓരോ അസ്ഥിപഞ്ജരങ്ങളായിട്ട് മാറി രൂപാന്തരപ്പെട്ടു. And immediately all these bones started joining together, forming a skeleton. ഈ അസ്ഥികൾ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ, so when these bones heard the word of God, അവ ചലിച്ചു. they started moving. അത് ഓടി നടന്നു. They were running around. ചിതറിക്കിടന്ന അസ്ഥികള് ഓരോന്നും ചേർന്ന് ഒരു അസ്ഥിപഞ്ജരമായിട്ട് മാറി. The scattered bones gathered together and formed a skeleton. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉണങ്ങിയവരുടെ അസ്ഥികൾക്ക് ദൈവത്തിന്റെ വചനം കേട്ട് യഥാസ്ഥാനത്ത് അതിന് വരാൻ സാധിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ ശരീരത്തിലെ അസ്ഥികൾ എത്രയോ അധികമായി ദൈവത്തിന്റെ വചനം കേൾക്കുകയില്ല. If the dry bones can hear the word of God and come together and form a skeleton, then how much more the bones in our body can hear the word of God. ആ വരണ്ട അസ്ഥികളിലേക്ക് ദൈവത്തിന്റെ വചനം ചൂഴ്ന്നിറങ്ങിയെങ്കിൽ എത്രയോ അധികമായി നമ്മുടെ ശരീരത്തിന്റെ അസ്ഥികളില് മജ്ജയില് ദൈവത്തിന്റെ വചനം ചൂഴ്ന്നിറങ്ങാതിരിക്കുകയില്ല. If the word of God penetrated into those dry bones, how much more the word of God will penetrate into our bone and bone marrow. കാരണം എബ്രായർ 4:12 വചനം, ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. Because the word of God in Hebrews 4:11, indeed the word of God is living and active and sharper than any two-edged sword. അസ്ഥികളിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും അത് തുളഞ്ഞു കയറുന്നു. It pierces until it divides soul from spirit, joints from marrow. അപ്പോൾ ആ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനമാണ്. എസെക്കിയേൽ പ്രവചിച്ചപ്പോൾ അസ്ഥികളിൽ കടന്നു ചെന്ന് ജീവൻ കൊടുത്ത്
അവയെ ഒരു അസ്ഥിപഞ്ജരമാക്കി മാറ്റിയത്. So when Ezekiel prophesied the word which is sharper than the two-edged sword, it gave life to the bones and made them come together and form a skeleton. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് 7-ാമത്തെ വചനത്തിൽ, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു ഗിരിഗിരാ ശബ്ദം. I prophesied as I had been commanded, and as soon as I heard a voice, a rattling sound. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു ഗിരിഗിരാ ശബ്ദം, വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു. And as I prophesied, suddenly there was a noise, a rattling, and the bones came together, bone to its bone. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു, ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. I looked, and there were sinews on them, and flesh had come upon them, and skin had covered them, but there was no breath in them. കർത്താവ് ദൈവം ആദ്യമേ അതിന് മുമ്പത്തെ വചനത്തിൽ പറഞ്ഞിരുന്നു, ഈ അസ്ഥിക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു കർത്താവ് പറയുകയാണ്, 4-ാമത്തെ വചനം, അവിടെ തന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന അവരോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ഞാൻ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചുപിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പുതുകയും നിങ്ങൾ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ജീവൻ പ്രാപിക്കും. In verse 5 it says, I will cause breath to enter you and you shall live. I will lay sinews on you and will cause flesh to come upon you and cover you with skin and put breath in you and you shall live and you shall know that I am the Lord. 7-ാമത്തെ വചനം പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ കർത്താവ് ദൈവം എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോഴാണ് അസ്ഥികൾ കൂടിച്ചേർന്നു, ശബ്ദമുണ്ടായി. പിന്നെ കണ്ടതെന്താണ്? അവിടെ മേൽ മാംസം വന്നു പൊതിഞ്ഞു, ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കപ്പെട്ടു, അവിടെ മേൽ ചർമ്മം അവയെ മൂടി. In verse 7 it says, so he prophesied as he has been commanded, and as I prophesied, the bones started coming together, and flesh and sinews and skin covered them. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അവയ്ക്ക് മാംസം ഉണ്ടായിരുന്നില്ല, അവയിൽ ഞരമ്പുകൾ ഉണ്ടായിരുന്നില്ല, രക്തമുണ്ടായിരുന്നില്ല. The thing that we should notice is that there was no flesh or nerves or blood in them. അപ്പോൾ ആ അസ്ഥിപഞ്ജരത്തിൽ വചനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ മാംസം ഉണ്ടാകട്ടെ, അവിടെ മാംസം ഉണ്ടായി. So when the word came upon that skeleton that let there be flesh, the flesh came. ഞരമ്പുകൾ ഉണ്ടാകട്ടെ, ഞരമ്പുകൾ ഉണ്ടായി. Let nerves come, and nerves came. ചർമ്മം പോയി പൊതിയട്ടെ, അത് അപ്രകാരം സംഭവിച്ചു. Let skin cover them, and it happened likewise. ദൈവം തന്റെ വചനം കൊണ്ട് ഇല്ലായ്മയിൽ നിന്നാണ് ഈ അസ്ഥിപഞ്ജരം ഉണ്ടാക്കിയതും അവയുടെ മേലെ മാംസം പൊതിഞ്ഞതും ചർമ്മം പോയി മൂടിയതും. So God created this skeleton from nothing and covered it with flesh and skin, everything from nothing, just with His word. നമുക്കറിയാം, നമ്മളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. We know we are all creation of God. പക്ഷെ നമ്മുടെ ശരീരത്തിലുള്ള മാംസമോ നാഡീഞരമ്പുകളോ രക്തമോ അസ്ഥികളോ മജ്ജയോ ഇതെല്ലാം ഉണ്ടാക്കിയവൻ നമ്മുടെ ദൈവമാണ് എന്ന് നമുക്ക് എത്രമാത്രം ആഴമായ അറിവും ബോധ്യവും ഉണ്ട്. But how much deep conviction we have that the bones, the bone marrow, everything, flesh, everything has been created by God in us. 139 സങ്കീർത്തനം 13 മുതൽ വചനം. In Psalms 139 from verse 13 onwards, it beautifully says how God created us. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. For it was you who formed my inward parts. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. You knit me together in my mother's womb. എന്നിട്ട് പറഞ്ഞു, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. ശബ്ദമില്ല, ഒന്നുകൂടെ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. എന്നിട്ട് പറഞ്ഞ്, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്ക് നന്നായി അറിയാം. I praise you, for I am fearfully and wonderfully made. Wonderful are your works that I know very well. അവിടുന്ന് എങ്ങനെയാണ് സൃഷ്ടിച്ചത്? വിസ്മയനീയമായ രീതിയിലാണ്. How did He create me? He created me wonderfully. ആദ്യ ഭാഗത്ത് പറഞ്ഞു, എൻ്റെ അന്തരംഗത്തിന്, എൻ്റെ ആന്തരിക തലം, എൻ്റെ ഹൃദയം, എൻ്റെ അന്തരംഗത്തിന് അവിടുന്നാണ് രൂപം നൽകിയത്.
In verse 13 it says, my inward parts you formed my inward parts. അവിടുന്നാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞത്. You were the one who knit me together in my mother's womb. ദാവീദ് പറയാണ് എത്രയോ മനോഹരമായിട്ടാണ് അവിടുന്ന് എന്നെ മെനഞ്ഞെടുത്തത്. David says, how wonderfully you have made me. 15 വചനം, ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. Verse 15, my frame was not hidden from you when I was being made in secret, intricately woven in the depths of the earth. ഞാൻ ഇല്ലായ്മയിൽ നിന്നും ഉരുവാക്കപ്പെട്ടപ്പോൾ When I was formed from unformed substance, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെട്ട് ചെയ്തപ്പോൾ, when I was being made in the depths of the earth. നമ്മൾ ഭൂമിയുടെ അധോഭാഗത്താണ് സൃഷ്ടിക്കപ്പെട്ടത്. Where you created in the depths of the earth. ഇവിടെ ഉദ്ദേശിക്കുന്നത് മാതൃഗർഭമാണ്. അമ്മയുടെ ഗർഭത്തിൽ അത് ഭൂമിയുടെ അധോഭാഗം പോലെ പറഞ്ഞിരിക്കുകയാണ്. Here he means the womb of the mother, which is being described as the depths of the അവിടെയാണ് earth. നാം സൃഷ്ടിക്കപ്പെട്ടത്. That is where we have been created. എൻ്റെ രൂപവും അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. My form was not hidden from you. 16-ാമത്തെ വചനം, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. Your eyes beheld my unformed substance. എന്നിട്ട് പറഞ്ഞു, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. ഒന്ന് കണ്ണടച്ച് കർത്താവിനോട് പറഞ്ഞ്, എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. Before ഓക്കെ, your eyes beheld my unformed substance. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. In your book were written all the days that were formed for me. ഹല്ലേലൂയ. വാസ്തവത്തിൽ ദൈവം നമ്മളെ എത്രയോ മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. In fact, how wonderfully God has created us. നമ്മുടെ ശരീരത്തിലെ എത്രമാത്രം നാഡി ഞരമ്പുകളുണ്ട്, തല മുതൽ കാല് വരെ ഇങ്ങനെ പാകി വെച്ചിരിക്കുകയാണ്. From our head to toe, how many nerves have been intricately woven. ശരീരത്തിലെ അസ്ഥികൾ അത് പൊതിഞ്ഞുകൊണ്ട് മാംസം, The flesh that covers the bones of our body. അവയ്ക്കിടയിലൂടെ നാഡി ഞരമ്പുകൾ, And in between them the nerves. ഈ നാഡി ഞരമ്പുകളിലൂടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. And through these nerves the blood is flowing. നോക്കണമേ, ആ രക്തം അങ്ങനെ ഒഴുകി ഈ മാംസപേശിക്കെല്ലാം ജീവൻ കൊടുക്കുകയാണ്. And the blood flows and gives life to all these muscles. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ പറയും കാല് മരവിച്ചിരിക്കുക, അവിടെ രക്തോട്ടം ഇല്ല. കണ്ടിട്ടുണ്ടോ? Some people say my legs are numb, there is no blood flow there. രക്തോട്ടമില്ല, അതുകൊണ്ട് കാല് മരച്ചിരിക്കുക, തളർന്നിരിക്കുകയാണ്. The legs are numb because there is no blood flow. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ രക്തം നമ്മുടെ ശരീരത്തിൽ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ്. ഇത് എവിടെയെല്ലാം ഒഴുകുന്നവിടെയൊക്കെ ജീവനാണ്. The blood that God gave us is to give us life. Wherever it flows, it gives life. ഹല്ലേലൂയ. നമുക്കൊരു തലയോട്ടിയും അതിൽ തലച്ചോറും We have a skull and a brain inside. കണ്ണുകളും കാതുകളും നാവും അധരങ്ങളും, Eyes, ears and lips and mouth. അസൽ എത്ര മനോഹരമായ രീതിയിലാണ് ദൈവം ഒരു മനുഷ്യനെ മെനഞ്ഞെടുത്തത്. In fact, how wonderfully God has knit together man. തിരുവചനത്തിൽ വായിക്കുന്ന, ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന കർത്താവ് ദൈവം ആദമിനെ അവനെ ഭൂമിയിലെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചെന്നാണ് വചനം പറഞ്ഞത്. In Genesis we read that God formed man Adam from the mud of the earth. ഉൽപ്പത്തി 2:7 വചനമാണ്, ദൈവ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി സൃഷ്ടിച്ചു. In Genesis 2:7 it says God formed man out of the earth. ഞാനിങ്ങനെ ഒരു ഭാവനയെ കണ്ടു, ചിന്തയെ കാണുകയാണ്. So I'm seeing like this in my imagination. കർത്താവ് ആദത്തിനെ സൃഷ്ടിച്ച നിമിഷം, The moment God created Adam. അവിടെ 2:6 വചനം പറഞ്ഞിട്ടുണ്ട്, ഒരു മൂടൽമഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. In the next, before 6th verse, it says a mist arose and it rained upon the earth. ആ മൂടൽമഞ്ഞ് ജ്ഞാനമാണ്. And it was wisdom is that mist. അപ്പോൾ ജ്ഞാനത്തിന്റെ വലിയ സാന്നിധ്യം അഭിഷേകം അവിടെ മണ്ണിൽ വന്നു, മണ്ണിനെ നനച്ചു. So the presence and anointing of wisdom came upon the soil. ആ മണ്ണ് കൊണ്ടാണ് കർത്താവ് മനുഷ്യന്റെ മെനയുന്നത്. And with that mud, God is creating man. ദൈവത്തിന്റെ കരം കൊണ്ടൊരു മൺരൂപം ഉണ്ടാക്കി. God with his own hand, he created a clay. ആ മൺരൂപം ഉണ്ടാക്കിയ സമയത്ത് അവിടുന്ന് അതിനകത്തൂടെ ആദ്യം ചെയ്തത് അസ്ഥിപഞ്ജരം ഉണ്ടാക്കി. And first he created bones in that form. ഓരോ അസ്ഥികളും മണ്ണ് കുഴച്ച ദൈവം അതതിൻ്റെ ക്രമത്തിൽ നമ്മുടെ നട്ടിലെ ഓരോ കശേരികൾ, അവയിലൂടെ ഓടുന്ന ഞരമ്പുകൾ, ഇതെല്ലാം ആ നാടിഞരമ്പുകൾ, ആ അസ്ഥിപഞ്ജരം മുഴുവൻ ആദ്യം ദൈവം ഉണ്ടാക്കി. God first created that entire skeleton. വീണ്ടും മണ്ണുകൊണ്ട് അവിടുന്ന് ഇവിടെ എല്ലാം മാംസം പോലെ മണ്ണ് പൊതിഞ്ഞതിൽ Again he took mud and formed muscles on that. ആ മാംസത്തിലൂടെ തല മുതൽ കാല് വരെ
ഞരമ്പുകൾ അവിടുന്ന് ഉണ്ടാക്കി വെച്ചു മണ്ണുകൊണ്ട്. And upon that flesh he created from mud the veins and nerves. അവന് ശ്വസിക്കാൻ ആവശ്യമുള്ള ശ്വാസകോശവും ഹൃദയപേശികളും ഒക്കെ അവിടുന്ന് ഉള്ളിൽ ഉണ്ടാക്കി വെക്കുകയാണ്. And inside he is keeping all the lungs and the heart that man needs. അവന് ആവശ്യമുള്ള കുടലുകളും വൻകുടലും ചെറുകുടലും ആമാശയവും, സ്ത്രീയാണെങ്കിൽ ഗർഭപാത്രവും, കിഡ്നികളും ലിവറും ജനേന്ദ്രിയങ്ങളും ഇടുപല്ലുകൾ, എല്ലാ വാരിയലുകളും എല്ലാം ഏറ്റവും മനോഹരമായി ക്രമമായി ദൈവം എല്ലാം ഉണ്ടാക്കി വെച്ചു ആദ്യം. And God very orderly he created all the internal organs from stomach and intestines and all the kidneys, everything in very wonderful manner. ഏറ്റവും ഒടുവിൽ അതേ മണ്ണ് കൊണ്ട് അതിന് ചർമ്മം ഉണ്ടാക്കി അവിടുന്ന്. And the end with the same mud he created skin upon it. അങ്ങനെ ഒരു നല്ലൊരു മനോഹരമായ രൂപം ഉണ്ടാക്കിയതിന് ശേഷം ആ മണ്ഡൂപത്തിലേക്ക് അവിടുന്ന് ജീവശ്വാസം ഊതിയപ്പോൾ അവിടെ ജീവശ്വാസം പ്രവേശിച്ചു, ആ മണ്ഡൂപത്തിന് ജീവനുണ്ടായി. അതാണ് മനുഷ്യൻ. And after creating everything wonderfully he breathed into that and it got life and it became man. എത്രയോ മനോഹരമായി, വാസ്തവത്തിൽ എത്രയോ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, എത്രയോ മനോഹരമായ രീതിയിലാണ് ദൈവം ഒരു മനുഷ്യനെ മെനഞ്ഞെടുത്തത്. In fact, how wonderful it is unimaginable for us in that much wonderful manner God has created man. മനുഷ്യൻ്റെ ശരീരത്തിൽ ഓടുന്ന നാഡീ ഞരമ്പുകൾ എത്ര, അവൻ്റെ തലയിലുള്ള തലമുടി ധാരകൾ എത്ര, ഇതൊന്നും ആർക്കും നമ്മളാരും ശ്രദ്ധിക്കാറ് പോലുമില്ല. We never pay attention to how many nerves we have in our body or how many hair we have on our head. എന്തിനാ ഒരു ദിവസം ഒരു മണിക്കൂറിൽ അരമണിക്കൂറിൽ നമ്മൾ എത്രമാത്രം ശ്വാസം എടുക്കുന്നുണ്ട് നമ്മൾ അറിയുന്ന പോലെ നമ്മൾ ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതും. And we do not even know how much inhalation and exhalation we do in half an hour or in an hour. നമ്മുടെ ഉള്ളിലൊരു ഹൃദയം ഓരോ നിമിഷം സ്പന്ദിക്കുന്നു. We have a heart within us that beats in every moment. നമ്മുടെ ശരീരത്തിലെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. And the blood is flowing within us. നമ്മളറിയാതെ നാഡീ ഞരമ്പുകളിലൂടെ ഒരു പുഴ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ചാലുകൾ പോലെ രക്തം ശരീരം ഒഴുകുകയാണ്. Without us knowing, this blood is flowing through the veins. അപ്പം നമ്മൾ അറിയുന്നില്ലാത്ത ശ്രദ്ധിക്കുന്നില്ലാത്ത എത്രയോ പ്രവൃത്തികളാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. How many things are happening in our body that we do not know or pay attention to. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം പറഞ്ഞത്, വിസ്മയനീയമായ രീതിയിൽ അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു എന്ന്. That is why David said, you have created me wonderfully. അതോട് നമുക്ക് ദൈവത്തെ നന്ദി പറയണ്ടേ? Shouldn't we thank the Lord for that? കർത്താവേ, അവിടുന്ന് എന്നെ മെനഞ്ഞെടുത്തത് എത്രയോ മനോഹരമായ രീതിയിലാണ്. Oh Lord, you have created me in such a wonderful manner. ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യന് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. The man whom God created in the beginning, he had good health. നല്ല സൗന്ദര്യം ഉണ്ടായിരുന്നു. He was very beautiful. പക്ഷേ ദൗർഭാഗ്യവശാൽ പിശാച് പാപത്തിലൂടെ ശരീരത്തിൽ കടന്നു കയറി കഴിഞ്ഞപ്പോൾ എല്ലാം താറുമാറായി. Unfortunately, when Satan came into that body, everything was made upside down. ശരീരത്തിൽ രോഗങ്ങളായി. There was disease in his body. അത് പലവിധ രോഗങ്ങളായി. It became different kinds of sickness. ചികിത്സയില്ലാത്ത രോഗങ്ങളായിട്ട് മാറി. Sickness which cannot be treated. കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകൾ കൊണ്ട് In the past centuries, പിതാക്കന്മാരുടെ പാപങ്ങളിലൂടെ കടന്നു വന്ന ശാപങ്ങളും the curses that has come through the sins of the രോഗങ്ങളും ancestors and the illness, നമ്മളെ ഇന്ന് വേട്ടയാടുകയാണ്. it is haunting us today. നമ്മുടെ ശരീരം Our body ദൈവം സൃഷ്ടിച്ചതാണ്. is the one created by God. മാതൃഗർഭത്തിൽ In the womb of a mother, പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ഡവുമായി കൂടിച്ചേർന്നപ്പോൾ during the fusion of the sperm and the egg, ഒരു ശിശുവിടെ ഉരുവാക്കപ്പെട്ടു. a child was created. ദൈവത്തിന്റെ കരമാണ് അവിടെ ആ കുഞ്ഞിനെ മെനഞ്ഞെടുത്തത്. It was the hand of God that formed the fetus there. ദൈവത്തിന്റെ ആത്മാവാണ് അവിടെ ജീവൻ കൊടുത്തത്. It is the spirit of God that gave life. പ്രിയമുള്ളവരെ, നാമെല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ്. Dear ones, we are all the creation of God. ദൈവം ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചപ്പോൾ When God created wonderfully, തലമുറയുടെ ചെയ്ത പാപത്തിലൂടെ through the sins committed by കടന്നു വന്ന ancestors, പൈശാചിക സ്വാധീനങ്ങൾ the satanic influences that came through നമ്മളെ the sin, രോഗികളാക്കി മാറ്റി. it made us sick. നമുക്കതിൽ നിന്ന് വിടുതൽ വേണം. We need deliverance from കർത്താവ് that. നൽകിയ അഭിഷേകത്തിന്റെ അധികാരത്തിൽ By the authority of the anointing that നമ്മളെ the Lord gave, പീഡിപ്പിക്കുന്ന everything that persecutes രോഗങ്ങളിൽ us, നിന്ന്, from the illness that ശാപങ്ങളിൽ persecutes, നിന്ന്, the curses, ദുരിതങ്ങളിൽ നിന്ന്, the miseries, ശിക്ഷയിൽ നിന്ന് the punishment, വിടുതൽ വേണം. we need deliverance from വിടുതൽ that. വേണമോ? Do you want നീ it? ആഗ്രഹിക്കുന്നുവോ? Do you desire it? നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let us stand before the Lord. നമുക്ക് കർത്താവ്, എനിക്ക് വിടുതൽ വേണം. Let us tell the Lord, Lord, I need deliverance. അങ്ങാണ് എന്റെ ഉടമ, എന്റെ ഉടയവൻ അവിടുന്നാണ്. You are my creator. അവിടുന്നാണ് എന്നെ മെനഞ്ഞെടുത്തത്. You are the one who formed me. അവിടുന്നാണ് എന്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. You are the one who formed my inward parts. എന്റെ രൂപം അവിടുന്നാണ് കണ്ടത്. You saw my form. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ കണ്ടത് അവിടുന്നാണ്. You are the one who saw me before I എന്റെ was ദൈവമേ, born. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. Oh Lord, I praise you. എത്രയോ വിസ്മരണീയമായ രീതിയിലാണ് അവിടുന്ന് എന്നെ മെനഞ്ഞെടുത്തത്. How wonderfully you have created me. എന്നിട്ട് മനുഷ്യൻ പറഞ്ഞു, മനുഷ്യൻ രൂപപ്പെട്ടത് കുരങ്ങിൽ നിന്നാണ് എന്ന്. And man said, man descended from monkey, apes. ദൈവം സൃഷ്ടിച്ചതിനെ മഹത്വം കൊടുക്കാതെ മനുഷ്യന്റെ ബുദ്ധിയിൽ കയറിയ അന്ധകാരം,
അവനെ കൊണ്ട് പറയിപ്പിച്ചു മനുഷ്യന് കുരങ്ങിൽ നിന്നും കുരങ്ങിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്ന്. Without giving glory to God, the darkness that came into man's intellect made him say that he descended from apes. നിങ്ങളുടെ ആടിയിലും പിതാക്കന്മാർ കുരങ്ങിൻ്റെ പിന്തുടർച്ചക്കാരാണോ? ഉറക്കെ പറ. ഹല്ലേലൂയ. ഇതിൽ എത്ര വലിയ പൈശാചിക പഠനങ്ങളാണ് സഭയിൽ കൊണ്ടുവന്നത്. Such satanic teachings has come into the church. കഴിഞ്ഞ വർഷം വിചാരിക്കുന്നു ഈ ഇന്ത്യയിലെ 2 കേന്ദ്രമന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ അതൊരു വലിയ സമ്മേളനമാണ്. Last year it was an international conference with 2 central ministers ആ from സമ്മേളനത്തിൽ India. മനുഷ്യനെക്കുറിച്ച് എന്തോ ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ In that conference some discussion came about man. അവിടെ ആരോ ഈ ഡാർവിനിയൻ സിദ്ധാന്തം എടുത്തിട്ടു. യൂറോപ്പിലുള്ള അവിടെയുള്ള ഏതോ മന്ത്രിമാർ ഏതോ രാജ്യക്കാരൻ അവരെ എടുത്തിട്ടു ഡാർവിൻ സിദ്ധാന്തം. ഉടനെ ഇന്ത്യയിൽ നിന്ന് പോയ 2 മന്ത്രിമാർ കേന്ദ്രമന്ത്രിയെ പറഞ്ഞു ഞങ്ങളുടെ അപ്പന്മാരാരും കുരങ്ങന്മാരല്ല, അതുകൊണ്ട് കാരുടെ മിണ്ടാൻ പാടില്ലെന്ന് പറഞ്ഞു. The European minister said about Darwinian theory, and the ministers who went from India said our fathers are not apes, so do not talk about it. ഇന്ത്യയിൽ നിന്ന് പോയത് അവർ വിജാതി ഹൈന്ദവരാണ് മന്ത്രിമാർ. The people who went from India, they are Hindus. ഈ ഡാർവിൻ്റെ സിദ്ധാന്തം കൊണ്ടുവന്ന ക്രൈസ്തവരാണ് യൂറോപ്പിൽ. The people who said about Darwin's theory are Europeans, Christians. അപ്പോൾ നോക്കണമേ എത്രയോ വലിയ അന്ധതയും അന്ധകാരവുമാണ് ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്ന മനുഷ്യരെ പിടിച്ചിട്ടുള്ളത്. So see how much darkness has come upon the people who are called as God's people. നമുക്ക് എവിടെയും പറയാൻ തന്നെ ഉണ്ടാകണം എൻ്റെ പിതാക്കന്മാർ എൻ്റെ പൂർവ്വപിതാവ് ആദമാണ് ഔവയാണ്, അവർ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. We should have the courage to say anywhere that my parents are Adam and Eve. എനിക്ക് ഒരു തലമുറയ്ക്ക് കുരങ്ങുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. Me and my ancestors have no relationship with ഉറക്കെ തന്നെ monkeys. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളത് തിരസ്കരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പഠനങ്ങളെ ഞങ്ങൾ വലിച്ചെറിയുന്നു ദൈവമേ. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ സൃഷ്ടാവ്, അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, അങ്ങാണ് ആദത്തെ സൃഷ്ടിച്ചത്, അങ്ങാണ് ഔവയെ സൃഷ്ടിച്ചത്. ആദവും ഔവയുടെ പൂർവ്വപിതാക്കന്മാരാണ്. ഞങ്ങൾ അവരുടെ സന്തതി പരമ്പരകളാണ്. പിശാചിന്റെ എല്ലാ പഠനങ്ങളും ബന്ധിക്കപ്പെട്ട് നിർവീര്യമാക്കപ്പെടട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്നതിന് നന്ദി, സ്തോത്രം, അങ്ങേക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ദൈവകൃപ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. നമ്മുടെ ഈ പ്രഖ്യാപനങ്ങൾക്കും ഏറ്റുപറച്ചിലുകൾക്കും എത്രയോ വലിയ വിലയാണെന്നറിയുമോ സ്വർഗത്തിൽ? Do you know what great price is there for the proclamation and confessions that we make in heaven? നമ്മൾ ഈ സത്യം ഏറ്റു പറഞ്ഞപ്പോൾ ഒരു വലിയ അഭിഷേകം ഇറങ്ങി വന്നു. ഇപ്പം ഞാൻ വിചാരിച്ചത് എന്താണ് ഈ അഭിഷേകത്തിൻ്റെ അർത്ഥം, എന്താണിത് വന്നത്? ഇതുവരെ മനസ്സിലായി. ഏറ്റു പറയേണ്ട മനുഷ്യർ, സഭയിലുള്ളവർ, അധികാരികൾ, അവർ തന്നെയാണ് പഠിപ്പിച്ചത്. കുരങ്ങാണ് പിതാക്കന്മാരെന്ന് പഠിപ്പിച്ചത്. അതിനെതിരായിട്ട് വിറ്റ്നസസ് ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ ആ സ്വർഗത്തിന് മഹത്വമായിട്ട് മാറി. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എത്രയോ മനോഹരമായി, എത്രയോ വിസ്മയമായ രീതിയിലാണ് ദൈവമേ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അങ്ങാണ് ഞങ്ങളുടെ ദൈവം, അങ്ങാണ് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ സൃഷ്ടാവ് അവിടുന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ആരാധന, സ്തോത്രം, അങ്ങേക്ക് മഹത്വം. കർത്താവേ, ദൈവമേ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, Oh Lord God, I am praying, Father, ഞങ്ങൾ അങ്ങയുടെ സന്തതികളാകയാൽ since we are your children, ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു പോയ പാപങ്ങളിലൂടെ through the sins that has been committed by our ഞങ്ങളെ കടന്നു ancestors, വന്നിട്ടുള്ള that has come into രോഗങ്ങളെയും all the diseases, പാപത്തിന്റെ ബന്ധനങ്ങളെയും the bondages of sin ശാപങ്ങളെയും and the curses ഞങ്ങളിന്നും from us, പിഴുതെറിയണമേ, uproot all of it from എടുത്തു us, മാറ്റണമേ, take it away from ഞങ്ങളെ us വിടുവിക്കണമേ, and deliver us ഞങ്ങളെ സുഖപ്പെടുത്തണമേ. and heal us. അസ്ഥികളോട് വചനം കൽപ്പിച്ചപ്പോൾ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടായെങ്കിൽ, If the dry bones got life when the word was commanded to ഉണങ്ങിയവരുടെ it, അസ്ഥികൾ ദൈവത്തിന്റെ വചനം കേട്ടെങ്കിൽ, if the dry bones listen to the word of God, എന്റെ അസ്ഥികൾ ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ. may my bones hear the word of God, എന്റെ നാഡീഞരമ്പുകൾ കർത്താവിന്റെ വചനം കേൾക്കട്ടെ. may my nerves hear the word of God, എന്റെ മാംസപേശികൾ കർത്താവിന്റെ വചനം കേൾക്കട്ടെ. may my muscles hear the word of God, എന്റെ രക്തത്തുള്ളികൾ കർത്താവിന്റെ വചനം കേൾക്കട്ടെ. may my blood hear the word of God, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും
ദൈവത്തിന്റെ വചനം കേൾക്കട്ടെ. Let every part in my body hear the word of God. തലച്ചോറിലെ കോശങ്ങളെ ദൈവത്തിന്റെ വചനം കേൾക്കുക. O cells in my brain, listen to the word of കണ്ണുകളെ God. കർത്താവിന്റെ വചനം കേൾക്കുക. Eyes, listen to the word of God. കാതുകളെ കർത്താവിന്റെ വചനം കേൾക്കുക. Ears, listen to the word of God. തലച്ചോറിലെ കോശങ്ങളെ കർത്താവിന്റെ വചനം കേൾക്കുക. Cells in my brain, listen to the word of God. രക്തത്തുള്ളികളെ കർത്താവിന്റെ വചനം കേൾക്കുക. Drops of blood, hear the word of God. സന്ധിബന്ധങ്ങളെ കർത്താവിന്റെ വചനം കേൾക്കുക. O joints, hear the word of God. ഇടുപ്പല്ലുകളെ കർത്താവിന്റെ വചനം കേൾക്കുക. Hip joints, hear the word of God. നട്ടിലെ കശേരുകളെ കർത്താവിന്റെ വചനം കേൾക്കുക. My backbone, hear the word of God. ഷോൾഡർ ബോണുകളെ കർത്താവിന്റെ വചനം കേൾക്കുക. Shoulder bone, hear the word of God. കഴുത്തിലുള്ള നടി ഞരമ്പുകളെ മാംസപേശികളെ കർത്താവിന്റെ വചനം കേൾക്കുക. The nerves and muscles in my neck, hear the word of God. ശ്വാസകോശങ്ങളെ കർത്താവിന്റെ വചനം കേൾക്കുക. Lungs, hear the word of God. ഹൃദയപേശികളെ കർത്താവിന്റെ വചനം കേൾക്കുക. Heart, hear the word of God. ആമാശയമേ ഗർഭാശയമേ കർത്താവിന്റെ വചനം കേൾക്കുക. All the intestines, hear the word of God. കുടലുകളെ കർത്താവിന്റെ വചനം കേൾക്കുക. Intestines, hear the word of God. കിഡ്നികളെ ലിവറെ കർത്താവിന്റെ വചനം കേൾക്കുക. Kidney and liver, hear the word of God. എല്ലാ ആന്തരിക അവയവങ്ങളും കർത്താവിന്റെ വചനം കേൾക്കട്ടെ. Let all the internal organs hear the word of God. എല്ലാ ആന്തരിക അവയവങ്ങളും കർത്താവിന്റെ വചനം കേൾക്കട്ടെ. Let all the internal organs hear the word of എല്ലാ God. സന്ധി ബന്ധങ്ങളും കർത്താവിന്റെ വചനം കേൾക്കട്ടെ. Let all joints hear the word of God. തലമുള്ളകാലം വരെ എല്ലാ മാംസപേശികളും കർത്താവിന്റെ വചനം കേൾക്കട്ടെ. From head to toe, let every muscle hear the നാഡീ word of ഞരമ്പുകൾ God. കർത്താവിന്റെ വചനം കേൾക്കട്ടെ. Let the nerves hear the word of God. ചർമ്മമേ കർത്താവിന്റെ വചനം കേൾക്കുക. O skin, hear the word of God. രോമകൂപങ്ങളെ കർത്താവിന്റെ വചനം കേൾക്കുക. O hair follicles, hear the word of God. തലമുള്ളകാലം വരെ From head ഓരോ to toe, കോശങ്ങളും let every cell കർത്താവിന്റെ വചനം കേൾക്കട്ടെ. hear the word of God. ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. Let there be life. തന്നെ സ്തുതിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശരി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ആരാധിക്കുന്നു, നന്ദി, സ്തോത്രം അങ്ങേക്ക് മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു, സ്തോത്രം, മഹത്വം. ശരീരത്തിലെ സ്തോത്രം. നിങ്ങളുടെ വലത് കരം ആദ്യം തലയിൽ വയ്ക്കുക. ഇടത് കരം നിങ്ങളുടെ നട്ടലിൻ്റെ പിൻഭാഗത്തും വയ്ക്കുക. അങ്ങനെ പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വയ്ക്കുക. വലത് കരം തലയിലും ഇടത് കരം പിൻഭാഗത്തും. Keep your right hand on your head and your left hand on your spine. കർത്താവ് അയക്കുന്ന ജീവനും സൗഖ്യവും വിടുതലും ഇപ്പോൾ നിന്റെ മേൽ ഉണ്ടാകട്ടെ. May the healing, deliverance that the Lord sends be upon you. പിതാവ് ദൈവം ഏറ്റവും മനോഹരമായി ഏറ്റവും വിസ്മയകരമായി സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ശരീരത്തിലെ ഒരു രോഗത്തിനോ ഒരു പിശാചിനോ ഒരു തലമുറയ്ക്കോ ഒരു അടിമ അശുദ്ധാത്മാക്കൾക്കോ ഇടമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. I loudly declare that there is no place in my body for any devil or evil spirits or any diseases. എൻ്റെ പിതാക്കന്മാരുടെ പാപത്തിലൂടെ എന്നിൽ അവകാശം പറയാൻ നഷ്ടപ്പെട്ട അടിമകൾക്ക് എൻ്റെ മേൽ യാതൊരു അവകാശമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. I declare that the lost souls, the lost ancestors, they have no rights on my body. എല്ലാ തലമുറകളുടെയും സ്വാധീനങ്ങൾ എന്നെ വിട്ടുപോകട്ടെ. Let all the influence of ancestors leave me. നഷ്ടപ്പെട്ട അടിമകളുടെ സ്വാധീനം എന്നെ വിട്ടു മാറട്ടെ. Let the influence of the lost slaves leave എൻ്റെ me. രക്തത്തുള്ളികളെ വിട്ടു മാറട്ടെ. Let it leave my blood. എൻ്റെ തലച്ചോറിലെ കോശങ്ങളെ വിട്ടു മാറട്ടെ. Let it leave your brain cells. എൻ്റെ ആന്തരിക അവയവങ്ങളെ വിട്ടു മാറട്ടെ. Let it leave my internal organs. എൻ്റെ ബാഹ്യ അവയവങ്ങളെ വിട്ടു മാറ്. Let it leave my external വിട്ടു മാറ്, organs. വിട്ടു മാറ്. ഞാൻ സ്വതന്ത്രനാകട്ടെ, ഞാൻ ജീവിക്കട്ടെ, Let me be ഞാൻ free. ദൈവത്തിന്റെ മകനായിട്ട് ജീവിക്കട്ടെ, Let me live as a child ദൈവത്തിന്റെ of മകളായിട്ട് ജീവിക്കട്ടെ. വിട്ടുമാറ് പിശാചേ, വിട്ടുമാറ് ശാന്താനെ, വിട്ടുമാറ്. കീഴടങ്ങട്ടെ, എല്ലാ മുട്ടുകളും മടങ്ങട്ടെ, കീഴടങ്ങട്ടെ. ഞാൻ ജീവിക്കട്ടെ, എനിക്ക് ജീവൻ ഉണ്ടാകട്ടെ, എനിക്ക് സൗഖ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, എനിക്ക് സൗഖ്യമുണ്ടാകട്ടെ. യേശു വന്നത് എന്നെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. Jesus came to heal me. തൻ്റെ ശരീരം കീറി മുറിക്കപ്പെടാൻ വിട്ടുകൊടുത്തുകൊണ്ട് ആ മുറിവുകളെ എൻ്റെ സൗഖ്യത്തിന് അടിസ്ഥാനമാക്കി അവിടുന്ന് മാറ്റി.
By letting his body to be bruised, he made his bruises to be the foundation for my healing. എൻ്റെ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭരണന്മാരിൽ നിന്ന് അടിമകളെ, അശുദ്ധാത്മാക്കളെ, രോഗങ്ങളെ കേൾക്കുക. എൻ്റെ കർത്താവ് രക്ഷകനാഥനുമായ യേശു ക്രിസ്തു ശരീരമാസകലം കീറി മുറിക്കപ്പെട്ടവരാകയാൽ, അവൻ്റെ കൈകളും കാലുകളും ആണികൾ തുളയ്ക്കപ്പെട്ടതിനാൽ, അവൻ്റെ വിലാപുരം കുന്നത്താൽ കീറി മുറിക്കപ്പെട്ടതിനാൽ, അവൻ്റെ മുറിവുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. എനിക്ക് സൗഖ്യമുണ്ട്. എനിക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ മുറിവുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു. ഞാൻ സുഖം പ്രാപിക്കുന്നു. യേശു എനിക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടതിനാൽ ഞാൻ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ സുഖമാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ തിന്മയും വിട്ടുമാറ്. പാരമ്പര്യ രോഗങ്ങൾ, പാരമ്പര്യ ശാപങ്ങൾ വിട്ടുമാറ്. ഔട്ട്. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. സ്തുതിക്കുന്നു. അപ്പോൾ നന്ദി. അപ്പോൾ ശരീരം മുഴുവൻ, ശരീരമാസകലം അവിടുത്തെ അഭിഷേകം ഇറങ്ങട്ടെ. പുതിയ ശക്തി ഇറങ്ങട്ടെ. പുതിയ ജീവൻ ഇറങ്ങട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. ജീവൻ പ്രാപിക്കട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ. സ്വതന്ത്രരാകട്ടെ. Be free. Hallelujah. Hallelujah. Glory. Hallelujah. Glory. Hallelujah. Glory. സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. കൈയെടുത്തു വിടുക. കണ്ണുകളടയ്ക്കുക. Close your eyes. ഞാൻ അടുത്ത് പ്രാർത്ഥിക്കുന്നത് ജീവശ്വാസം ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ്. Next I'm praying for the breath of life to enter into you. നിങ്ങളുടെ നാസാരങ്ങളുടെ മൂക്കിലൂടെ ശക്തമായ ഉള്ളിലേക്ക് ജീവശ്വാസം എടുക്കണം. അവിടെ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകം അത് ഈ വായുവിലൂടെ നിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന എൻ്റെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക്, മനസ്സിൻ്റെ തലങ്ങളിൽ, രക്തത്തിലേക്ക്, മാംസപേശികൾ, നാഡീജനങ്ങളെല്ലാം വ്യാപിക്കുകയാണത്. The anointing that is in the air will come into you as a breath of life and will get into your mind, body, soul, your heart, your blood. ജീവശ്വാസമേ ഈ മക്കളുടെ മേൽ പ്രവേശിക്കുക. ജീവൻ ഉണ്ടാകട്ടെ. Take a deep breath and breathe out. 7 പ്രാവശ്യം. യോർദാനിൽ മുങ്ങിയ സ്ത്രീയക്കാരൻ നാമാൻ 7 പ്രാവശ്യം മുങ്ങിയപ്പോൾ അവന് കുഷ്ഠം മാറി, അവൻ സുഖം പ്രാപിച്ചു. When Naaman the Syrian, he dipped into Jordan 7 times, his leprosy was healed. നാസാരന്ധങ്ങൾ അടഞ്ഞിരിക്കുന്നത്, മൂക്കിലെ പാലം തെറ്റിയത് ഒക്കെ നേരെയാകട്ടെ. ഇവിടെയൊക്കെ സ്വതന്ത്രമായിട്ട് ശ്വസിക്കാൻ നാസാരന്ധങ്ങൾ സ്വതന്ത്രമാകട്ടെ. ശ്വാസകോശങ്ങളിലുള്ള ശ്വാസകോശമായ സംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, ആസ്മ വിട്ടുപോകണം. എല്ലാം വിട്ടുപോ. നോ റൈറ്റ്, നോ പ്ലേസ് ഹിയർ. ഔട്ട്. വിട്ടുപോ. ശ്വാസകോശങ്ങൾ വിട്ടുപോ. ശ്വാസകോശങ്ങൾ സ്വതന്ത്രമാകട്ടെ. സ്വതന്ത്രമായി ശ്വസിക്കാൻ ശക്തിയും ബലവും ആരോഗ്യവും ഉണ്ടാകട്ടെ. May your lungs be healed and may it have the power and health to breathe properly. ശ്വാസകോശ രോഗമുള്ള പുരുഷന്മാരുടെ ഭാഗത്ത് നിങ്ങളുടെ വലതുകരം നെഞ്ചിൽ വെച്ചുകൊള്ളുക, ചെസ്റ്റിൽ വയ്ക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ രോഗത്തിന് വേണ്ടി നിൽക്കുന്ന അശുദ്ധാത്മാക്കളെ ബന്ധിക്കുന്നു. ഔട്ട്. വിട്ടുപോട്ടെ. വിട്ടുമാറ്. ആരുടെ ലങ്സിലാണ് രോഗമുള്ളത്? വിട്ടുമാറ്. വീണ്ടും ശ്വാസം എടുക്കണം. പുരുഷന്മാരുടെ ഭാഗത്ത് സ്ത്രീകൾ കൊണ്ട് ചെയ്യാം. നിങ്ങൾക്ക് ആ രോഗം വിട്ടുപോകുന്നില്ല തോന്നിയാൽ അമേൻ. വിട്ടുപോ. കർത്താവിൻ്റെ നാമത്തിൻ്റെ അധികാരത്താൽ രോഗിയെ സുഖപ്പെടുത്തിയ ഉടനെ തന്നെ സുഖപ്പെടുത്തിയ പത്രോസിൻ്റെ അഭിഷേകത്തിൻ്റെ അധികാരത്താൽ സ്വതന്ത്രരാകട്ടെ.
സ്വതന്ത്രരാകട്ടെ. ഹൃദയപേശികൾ സ്വതന്ത്രമാകട്ടെ. ഹൃദയപേശിയിലുള്ള ഹൃദയവാലുകളിലുള്ള എല്ലാ തരത്തിലുള്ള വൈകല്യങ്ങളും വിട്ടുമാറട്ടെ. നമ്മുടെ ജീവൻ നിറയട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. ആമേൻ. ഗ്ലോറി, ആമേൻ, ഗ്ലോറി, ആമേൻ, ഗ്ലോറി. ആമാശയത്തിൽ നീ ഭക്ഷിച്ചിട്ടുള്ള വിഷാംശം, അർപ്പിത വസ്തുക്കൾ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളെയും ശാസിക്കുന്നു, ബന്ധിക്കുന്നു. വിട്ടുപോകും. ശരീരത്തിൽ കൊണ്ടുവന്ന സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. നീ സ്വതന്ത്രനാകട്ടെ, സ്വതന്ത്രയാകട്ടെ. ഗ്ലോറി. നട്ടിലെ കശേരുകൾ ഇവിടെ എല്ലാം കർത്താവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. ഗ്ലോറി. കെട്ടഴിഞ്ഞു പോകട്ടെ. നട്ടിലെ കശേരുകളിൽ കെട്ട് അടിഞ്ഞു പോകട്ടെ. ആമേൻ. ഗ്ലോറി. സ്വതന്ത്രയാകട്ടെ. ആമേൻ. പ്രാപിക്കട്ടെ. കാൽമുട്ടുകൾ മുട്ടു തേയ്മാനം, കാൽമുട്ട് മടക്കാൻ പറ്റാത്ത മുട്ടുവേദന, മുട്ടുചിരട്ട തിന്നുന്ന രോഗം, ആമേൻ, അതെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. സ്വതന്ത്രമാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. വേദന വിട്ടുപോകട്ടെ. കാൽമുട്ട് വേദന വിട്ടുമാറ്. സ്ത്രീകളുടെ ഭാഗത്ത് ആമേൻ, കാൽമുട്ട് വേദന വിട്ടുമാറട്ടെ. പരിശോധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം. കാൽത്തുടകളിലുള്ള വേദന, വെരിക്കോസ് വെയിൻ, ആ നാടിഞരമ്പുകൾ കുരുങ്ങുന്ന, നാടിഞരമ്പുകൾ വീങ്ങുന്ന, നീരി വയ്ക്കുന്ന എൻ്റെ എല്ലാ സ്വാധീനങ്ങളും ബന്ധിക്കുന്നു. വിട്ടുപോകട്ടെ. കാൽത്തുടകൾ സ്വതന്ത്രമാകട്ടെ. എല്ലാ അവയവങ്ങളും, എല്ലാ ആന്തരിക അവയവങ്ങളും, കിഡ്നികളും ലിവറും സ്വതന്ത്രമാകട്ടെ. എല്ലാ തരത്തിലുള്ള സ്കിൻ അലർജികൾ വിട്ടുപോകട്ടെ. ത്വക്ക് രോഗങ്ങൾ വിട്ടുമാറട്ടെ. എല്ലാ അലർജിയും വിട്ടുമാറ്. എല്ലാ പിന്നിൽ നിൽക്കുന്ന അടിമകൾ വിട്ടുമാറ്. അശുദ്ധാത്മാക്കൾ വിട്ടുമാറ്. തലമുറകളുടെ ബന്ധനസ്ഥരായ ആത്മാക്കളെ ബന്ധിക്കുന്നവർ വിട്ടുമാറ്. എല്ലാം പരമ്പരയോട് പകരപ്പെട്ടതെല്ലാം നിർവീര്യമാക്കപ്പെടട്ടെ. എല്ലാം പുതുതായി തീരട്ടെ. പുതിയ സ്കിൻ ഉണ്ടാകട്ടെ. പുതിയ അസ്ഥികൾ ഉണ്ടാകട്ടെ. പുതിയ മാംസപേശികൾ ഉണ്ടാകട്ടെ. പുതിയ നാഡീ ഞരമ്പുകൾ ഉണ്ടാകട്ടെ. പുതിയ ചർമ്മം ഉണ്ടാകട്ടെ. പുതിയ കിഡ്നികൾ ഉണ്ടാകട്ടെ. പുതിയ ലിവർ ഉണ്ടാകട്ടെ. പുതിയ ആമാശയം ഉണ്ടാകട്ടെ. പുതിയ ഗർഭാശയം ഉണ്ടാകട്ടെ. പുതിയ കുടലുകൾ ഉണ്ടാകട്ടെ. പുതിയ ആന്തരിക അവയവങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ ശ്വാസകോശങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ ഹൃദയപേശികൾ ഉണ്ടാകട്ടെ. പുതിയ തലച്ചോറ്, പുതിയ കണ്ണുകള്, പുതിയ കാതുകൾ ഉണ്ടാകട്ടെ. പുതിയ നാവ് ഉണ്ടാകട്ടെ. കേടുവന്ന പല്ലുകള്, പുതിയ പല്ലുകൾ ഉണ്ടാകട്ടെ. തലമുറ ഉള്ളകാലം എല്ലാ വ്യാധികൾ വിട്ടുമാറ്. ഒരു പുതിയ സൃഷ്ടികർമ്മം ദൈവത്തിന്റെ ആത്മാവേ ഈ രാത്രിയിൽ എന്നെ മേൽ നടന്നതിന് നന്ദി പറയാണ്. എന്നെ പുതിയ സൃഷ്ടിക്കാൻ നന്ദി പറയാണ്. ഒരു പുതിയ സൃഷ്ടികർമ്മം എന്നെ മേൽ നടന്ന ദൈവമേ, ഞാൻ അങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആമേൻ. കാല് നിലത്ത് പറിച്ച് ചാടി ശ്രദ്ധിച്ചേ. കാല് നിലത്ത് പറിച്ചിട്ട് ചാടിക്കേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. നിങ്ങൾ തറയിൽ നിന്ന് കാല് പറിക്കണം. ഈ മണ്ണിൽ നിന്ന് കാല് പറിക്കണം. ചെയ്യേണ്ട പ്രവൃത്തി ഇതാണ്. ആമേൻ. ജീവൻ നിറയട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. ജീവൻ നിറയട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. സമൃദ്ധമായ ജീവൻ. ഹല്ലേലൂയ. ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ.
സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise you, Jesus. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Praise you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Love you, Jesus. Love you, Jesus. Hallelujah. Love you, Jesus. Hallelujah. Love you, Jesus. Hallelujah. Hallelujah. Mighty Jesus. Mighty Jesus. Hallelujah. Mighty Jesus. Hallelujah. Mighty Jesus. Hallelujah. Hallelujah. Spirit in Jesus. Spirit in Jesus. Hallelujah. Spirit in Jesus. Hallelujah. Spirit in Jesus. Hallelujah. Hallelujah. Spirit in Jesus. Hallelujah. Spirit in Jesus. Hallelujah. Spirit in Jesus. Hallelujah. Hallelujah. Ave Maria. 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 Hallelujah. Ave Maria. Hallelujah. Ave Maria. Hallelujah. Hallelujah. Ave Maria. Ave Maria. Hallelujah. Ave Maria. Hallelujah. Ave Maria. Hallelujah. Hallelujah. നിങ്ങളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നിങ്ങൾ പരിശോധിച്ചറിയുക ഈ നിമിഷങ്ങളിൽ കർത്താവ് എന്താണ് കൊണ്ട് ചെയ്തത്. അത് നിങ്ങളുടെ ശരീരത്തിലുണ്ടായിരുന്ന രോഗങ്ങളോ രോഗപീഠകളോ, അതൊരു മേഖല കൂടിയുണ്ട്. നിങ്ങളെ ഭരിക്കുന്ന ഡയബറ്റിക് അത് നിർവീര്യമായി പോകട്ടെ. കൊളസ്ട്രോൾ നിർവീര്യമായി പോകട്ടെ. നിങ്ങളുടെ ലോ പ്രഷർ, ഹൈ പ്രഷർ അതിനെ ബന്ധിക്കുന്നു. അത് നോർമലായി തീരട്ടെ. ഡയബറ്റിക്കിൻ്റെ ഷുഗറിൻ്റെ എല്ലാ സ്വാധീനങ്ങളെ ബന്ധിക്കുന്നു. നിർവീര്യമായി പോകട്ടെ. എത്രയോ മനുഷ്യർ ഇൻസുലിനെടുത്ത് കാലങ്ങളായിട്ട് അവരെല്ലാം കർത്താവിൻ്റെ ശക്തി കടന്നു ചെല്ലട്ടെ. ഒരു പുതിയ സൃഷ്ടികർമ്മം അതിലെല്ലാം സംഭവിക്കട്ടെ. May a new creation happen in every one of you. ദൈവകൃപ നിറഞ്ഞ മറിയമേ ശശി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു.
ഹല്ലേലൂയ. നിങ്ങളെ പരിശോധിച്ച് നോക്കിയോ? നിങ്ങളെ പരിശോധിച്ചറിഞ്ഞോ? ഒരു പ്രാർത്ഥന കൂടിയുണ്ട്. നമ്മളിവിടെ കേട്ടു, കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, അസ്ഥികൾ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? ദൈവം എന്താ ചെയ്തത്? അവിടെ ചുറ്റും നടത്തി. We read that the Lord showed the dry bones to the prophet and asked him to go around it. ഞാനിവിടെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് 7 പ്രാവശ്യം വലം വയ്ക്കും. നിങ്ങളെ ഓരോരുത്തരെയും അതിനുള്ളിൽ നിർത്തിക്കൊണ്ടാണ്, വിശ്വാസത്താൽ. By standing in this stage, I will go around every one of you through faith. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ഈ സ്റ്റേജിൽ ഇവിടെ 7 പ്രാവശ്യം ഞാൻ വലം വയ്ക്കും. Here I will walk around 7 times on the stage. വിശ്വാസത്താൽ നിങ്ങളെ ഓരോരുത്തരെയും അതിനുള്ളിൽ നിർത്തിയിരിക്കുകയാണ്. By faith, I am keeping each one of you inside that circle. അപ്രകാരം നടക്കുന്ന സമയത്ത്, നടന്നു കഴിയുമ്പോൾ അവിടെ വരുന്ന അഭിഷേകം, the anointing that comes while I am walking, നിന്നെ പൊതിയാനും for it to cover you നിന്നെ മൂടാനും and for it to cover you, you have to desire for that. നീ ആഗ്രഹിക്കണം. You have to desire നീ for നിന്നെ that. സമർപ്പിക്കണം. ഇവിടെ You have to offer yourself here. വിശ്വാസത്താൽ നീ നിന്നെ ഇവിടെ സമർപ്പിക്കണം. By faith, you have to offer yourself here. കർത്താവ് ഇവിടുത്തെ ദാസൻ നടക്കുമ്പോൾ അതിന് ഉള്ളിൽ ഞാനുണ്ട്, നീ ഉണ്ട്, നീ താണ്ട് പറയണം. You have to tell the Lord, Lord, when your servant walks, I am there in that place. കാഴ്ചക്കാരായിട്ട് നിൽക്കരുതേ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ഇവിടെ ചെയ്യണം. You have to do the deed of faith here. എൻ്റെ മേൽ അഭിഷേകം വരുന്നു. The anointing will come upon you. നമ്മെ ഗ്ലോറി സ്തുതിക്കണം. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്. തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ശ്രുതിക്കുന്നു, ശ്രുതിക്കുന്നു. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഹല്ലേലൂയ. ഗ്ലോറി. ഇരുകരങ്ങളും ശിരസിൽ വെച്ച് കണ്ണുകളടയ്ക്കുക. Keep both your hands on your head and close your eyes. 7 പ്രാവശ്യം ഇവിടെ വലം വെച്ചതിലൂടെ By walking around here 7 times, കഥാവായിച്ച വിടുതലും അഭിഷേകവും നിന്റെ മേലാണ് വന്നെന്ന് വിശ്വസിക്കുക. you believe that the deliverance anointing the Lord sent has come Be upon free and be healed. രണ്ട് കൈതലം സ്തുതിച്ച് ഹല്ലേലൂയ.
Hallelujah, glory. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കയ്യിലെടുത്തു കൊള്ളണം. ദൈവരൂപിയെ സ്നേഹജ്വാലയം സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവരൂപിയെ സ്നേഹജ്വാലയായി സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്നേഹന്മാരെ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരെ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. കണ്ണുകളടച്ച് ശാന്തിയേകുന്ന ആഹ്വാനങ്ങൾ വിളിക്കുക, ഹൃദയത്തിലേക്ക് വിളിക്കുക. മാനസാന്തര മാർഗമാ ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തര മാർഗമാ. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെയും ഘോഷിപ്പാൻ. യേശുവേഗ വിമോചകനെന്ന് വിശ്വമാകെയും ഘോഷിപ്പാൻ. ദൈവരൂപിയെ സ്നേഹജ്വാലയം സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമായി നവ്യജീവനായി ഞങ്ങളിൽ വന്നു വാണിടൂ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായെന്ന് ഈ സമൂഹത്തെ ദൈവരാജ്യം വളർന്നിടാം. സാധ്യമായെന്ന് ഈ സമൂഹത്തെ ദൈവരാജ്യം വളർന്നിടാം. ദൈവരൂപിയെ സ്നേഹജ്വാലയം സ്വർഗത്തിൽ നിന്നും നീ വരൂ.
സ്ത്രീകന്മാരെ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. 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 എല്ലാവരും സ്ത്രീകന്മാർ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്ത്രീകന്മാർ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ത്രീകന്മാർ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. സ്ത്രീകന്മാർ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ
കരങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. Keep both your hands on your heart കണ്ണുകളടയ്ക്കുക. and close your eyes. പൂർണ്ണ നിശബ്ദത. Complete silence. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ചേർന്ന് ശബ്ദം ഉയർത്തി ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ മറിയത്തിൻ്റെയും നാമത്തിൽ ആമേൻ. അടുത്ത് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ഈ വചനമാണ്. പുസ്തക പ്രവർത്തനം 19:11 മുതൽ വചനം. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. God did extraordinary miracles through Paul. അവന് ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗിയുടെ കൊണ്ടുപോകുന്നു. രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും പുറത്തു പോവുകയും ചെയ്തിരുന്നു. So that when the handkerchiefs or aprons that had touched his skin were brought to the sick, the diseases left them and the evil spirits came out of them. അഭിഷേകത്തിൻ്റെ തൂവാലകൾ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുവാൻ പ്രാർത്ഥിച്ച് അഭിഷേകത്തിൽ മുദ്രപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരും. നിങ്ങൾക്ക് തരും. അത് നിങ്ങളത് സ്വീകരിക്കുക. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ശുശ്രൂഷ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനു മുൻപ് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് തൂവാലകൾ ഇതുപോലെ പ്രാർത്ഥിച്ച് കൊടുത്തിരുന്നു. അന്ന് വാങ്ങിയ ആൾക്കാരുണ്ടോ കൂട്ടത്തിൽ? എല്ലാവരും വാങ്ങിയവരാണോ? ഇപ്പോൾ കൈവശ തൂവാലയുണ്ടോ? നിങ്ങളെന്തുകൊണ്ടാണ് സൂക്ഷിക്കുന്നത്? നിങ്ങൾ അതിൽ അഭിഷേകം അനുഭവിക്കുന്നുണ്ടോ? എത്ര പേര്? ഹല്ലേലൂയ. തീർച്ചയായും നിങ്ങൾക്കൊരു ബോണസായിട്ട് പുതിയ ടവല് പുതിയ വിഷയമായിട്ട് വരട്ടെ. ഹല്ലേലൂയ. നമ്മൾ രാവിലെ ആദ്യത്തെ സെഷൻ നമ്മൾ കണ്ടതാണ്. തുണി നിങ്ങളെ തന്നപ്പോൾ, ആ ഷോൾ വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ അഭിഷേകം അതിലൂടെ വന്നു. അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന തൂവാലകളിലും അഭിഷേകത്തിൻ്റെ ശക്തി ഉണ്ടായിരിക്കും. ഞാൻ പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് ഓരോ പ്രശ്നങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെട്ട അനുഭവങ്ങൾ. നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക്, ഇപ്പോൾ രോഗം വരുമ്പോൾ രോഗം ഉള്ള ഭാഗത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ആ രോഗം വിട്ട് മാറും. അങ്ങനെയുള്ള ഓരോരോ, അതുപോലെ മറ്റ് ഏത് മേഖലയാകട്ടെ, നിങ്ങളെ സഹായിക്കാൻ അഭിഷേകത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ തരികയാണ്. നമ്മൾ കേട്ടു പൗലോസിൻ്റെ കരസ്പർശമേറ്റ തൂവാലകൾ. വചനം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും രോഗിയുടെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്നും പുറത്തു വരികയും ചെയ്തിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കണമേ, ഒരു അഭിഷേകത്തിൻ്റെ ആ പൗലോസിൻ്റെ കരങ്ങളിൽ തൊട്ടതായ തൂവാലകൾ രോഗികളെ സുഖപ്പെടുത്തി, അശുദ്ധാത്മാക്കൾ മനുഷ്യപ്പെട്ട് പുറത്തു പോകുന്നു. അപ്പോൾ എത്രമാത്രം ശക്തി! ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം മനുഷ്യരിലേക്ക് കൊടുക്കുകയാണ്. മനുഷ്യന് അത്രമാത്രം അഭിഷേകം പ്രാപിക്കാൻ ശക്തിയില്ലായിരിക്കാം. അതിന് പല കാരണങ്ങളുണ്ട്. തലമുറയുടെ ബന്ധനങ്ങളൊക്കെ കാരണങ്ങളാണ്. പക്ഷേ ഏതൊരു മനുഷ്യനും
മറ്റൊരു വസ്തു, ഒരു തൂവാല അതിൽ അഭിഷേകത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതിനെ കൊണ്ട് സൂക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ആ തൂവാലയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. അവിടെ ഇപ്പോൾ ആ തൂവാലയോട് പ്രാർത്ഥിച്ച് നമുക്ക് തരികയാണ്. ഇത് തരുന്ന ക്രമം ഇങ്ങനെയായിരിക്കും. ഏറ്റവും മുൻനിരയിൽ ഇവിടെ നിന്ന് മാത്രമേ നിൽക്കത്തുള്ളൂ. രണ്ട് വശത്തും ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങി സ്വീകരിച്ചുകൊണ്ട് പോവുക. ഇപ്പോൾ ആദ്യത്തെ നിര കഴിയുമ്പോൾ രണ്ടാമത്തെ നിര, അങ്ങനെ വേണം വരാനായിട്ട്. എല്ലാവർക്കും ഉള്ള ടൗലുണ്ട്. ഏറ്റവും പിൻനിര ഏറ്റവും അവസാനം വരണം. അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഇത് കൊണ്ടുപോകുന്ന മക്കൾ അവരുടെ വ്യക്തിജീവിതത്തിലും ഭവനത്തിലും അവരുടെ കുടുംബാംഗങ്ങൾക്കിടയിലും നിങ്ങളുടെ മഹത്വം വെളിപ്പെടുവാൻ ഈ തൂവാലകളെ അവിടുന്ന് ആശീർവദിക്കണമേ. രോഗികളെ സുഖപ്പെടുത്തുവാൻ, അത്ഭുതങ്ങൾ അടയാളം സംഭവിക്കുവാൻ ഇതുവഴി ഇടവരട്ടെ. അവരുടെ കുടുംബങ്ങളിലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ, അശുദ്ധാത്മാക്കൾ വിട്ടുപോകുവാൻ, കുടുംബ കലഹങ്ങളും തകർച്ചകളും വിട്ടുമാറാൻ അത് ഇടവരട്ടെ. ഓരോ തൂവാലകളിലേക്കും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ അങ്ങനെ ശക്തി ഇറങ്ങി ഒന്ന് ആവസിക്കട്ടെ, നിറയട്ടെ. അമേൻ ഗ്ലോറി, അമേൻ ഗ്ലോറി, ഹല്ലേലൂയ ഗ്ലോറി, അമേൻ ഗ്ലോറി, ഹല്ലേലൂയ ഗ്ലോറി. സ്പിരിറ്റ് ജീസസ് അഭിഷേകം എല്ലാം പുതിയട്ടെ, നിറയട്ടെ. അമേൻ, ആമേൻ. വിശുദ്ധ കന്യാമറിയത്തിൻ്റെ വലിയ മധ്യസ്ഥം, സാന്നിധ്യം, അനുഗ്രഹം ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. അമ്മേ, അവിടുത്തെ വലിയ സാന്നിധ്യം ഓരോ ഹൃദയങ്ങളും ഉണ്ടാകട്ടെ, കുടുംബങ്ങളും ഉണ്ടാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ കരങ്ങളും ഉയർത്തി ആരാധിക്കാം.
അഭിഷേകം നിങ്ങൾ വാങ്ങിയ തൂവാലയിലൂടെ നിൻ്റെ മേൽ, നിൻ്റെ ഭവനത്തിൽ, നിൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെ മേലും അഭിഷേകം ഇറങ്ങി വരട്ടെ. അവിടെ എല്ലാം നിനക്ക് വിടുതലായിരിക്കട്ടെ, രോഗസൗഖ്യമായിരിക്കട്ടെ, അത്ഭുതങ്ങളും അടയാളങ്ങളും അനുദിനം കാണുവാൻ ഇടയാകട്ടെ. ആമേൻ, ആമേൻ. നിന്റെ ഭവനത്തിലുള്ള പൈശാചിക ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ, അശുദ്ധാത്മാക്കൾ വിട്ടുമാറി കീഴടങ്ങട്ടെ. കർത്താവിൻ്റെ അഭിഷേകം സ്പിരിറ്റ് ഇൻ ജീസസ് അഗ്നിയായി നിന്നിലൂടെ നിന്റെ ഭവനത്തിൽ ജ്വലിക്കട്ടെ, കത്തിപ്പടരട്ടെ, തന്നെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ, ഗ്ലോറി. യേശുവേ ആരാധന, ആരാധന, സ്തോത്രം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനെങ്കിലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. നാശകരമാ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം ഉയർത്തി പിടിക്കുക. ഇപ്പോൾ ഈ തൂവാല നിൻ്റെ സ്വന്തമാണ്, അഭിഷേകം നിൻ്റെ സ്വന്തമാണ്. ഞാൻ ആമേൻ എന്ന് പറയുമ്പോൾ നിന്റെ കയ്യിലുള്ള തൂവാല വളരെ വേഗത്തിൽ നിന്റെ തലയിൽ ഒന്ന് തൊടുക. ഞാൻ ആമേൻ പറയുമ്പോൾ കർത്താവിൻ്റെ അഭിഷേകം നിന്നെ പൊതിയട്ടെ, നിന്നെ മൂടട്ടെ. നിനക്ക് നൽകപ്പെട്ട തൂവാലയിലൂടെ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ, അഭിഷേകത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നീ അത് അനുഭവിച്ചറിയട്ടെ. ആമേൻ. സ്തോത്രം, 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 സ്തോത്രം. സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. Hallelujah, glory, hallelujah, glory, hallelujah, glory, hallelujah, glory. Amen, hallelujah, glory, hallelujah, hallelujah, hallelujah.
fire on you. Once again. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുവാലെടുത്തുകൊള്ളുക, നിങ്ങൾ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളുക. പതിവായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, പുതിയ സഭയുടെ തലവനായ പോപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിയോ 14 അവനെ സമർപ്പിച്ചുകൊണ്ട് കർത്താവേ, അവിടുന്ന് നൽകിയിരിക്കുന്ന പത്രോസിൻ്റെ അഭിഷേകം, സഭയുടെ ആദ്യ തലവനായ പോപ്പായ പത്രോസിൻ്റെ അഭിഷേകത്തിൻ്റെ അധികാരവും ശക്തിയും അവളുടെ ദാസൻ്റെ മേൽ, ലിയോ 14 പോപ്പിൻ്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ദൈവഗീതം തിരിച്ചറിഞ്ഞ് നിറവഴിയോട് നയിക്കുവാൻ അഭിഷേകം അവനെ സഹായിക്കട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മയിൽ നിന്ന്, ദുഷ്ടൻ്റെ കെണിയിൽ നിന്ന്, കുടുക്കിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ദാസൻ സ്വതന്ത്രനായിരിക്കട്ടെ. കർത്താവിൻ്റെ അഭിഷേകം, പത്രോസിൻ്റെ അഭിഷേകം മകനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും നേർവഴി നയിക്കുകയും ചെയ്യുമാറാകട്ടെ. സഭയിലെ യോഗ്യരായ കർദിനാളന്മാരുടെ മേൽ, യോഗ്യരായ മെത്രാന്മാരുടെ മേൽ സ്പിരിറ്റിൻ്റെ അഭിഷേകം പകരണമേ. അവരും അങ്ങയുടെ പ്രകാശം അനുഭവിക്കുവാൻ, അതിലൂടെ സഭയുടെ മേൽ സ്പിരിറ്റിൻ്റെ അഭിഷേകം സഭയെ നേർവഴിയോട് നയിക്കുവാൻ, ദൈവത്തിന് സ്വന്തമാക്കി തീർക്കുവാൻ ഇടവരുത്തനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എതിരെ നിൽക്കുന്ന എല്ലാ നാരീയ ശക്തികളെയും ബന്ധിക്കുന്നു. അവയെല്ലാം നിർവീര്യമായി പോകട്ടെ. എല്ലാ മുട്ടുകളും മടങ്ങട്ടെ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് മതപ്പെടുന്ന കർത്താവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു. ആത്മാക്കളുടെ വിടുതലിൻ്റെ പ്രാർത്ഥനയാണ് ഇനിയുള്ളത്. എല്ലാ തലമുറകളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇന്ന ദിവസം ഈ ശുശ്രൂഷയിലൂടെ കഥ വിടുവിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഥാവി ആരെല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുന്നു, കാത്തു നിൽക്കുന്നു, അവരെല്ലാം അവർക്ക് സമർപ്പിക്കുകയാണ്. ഇനിയും ശത്രുവിന് പിടി കിടക്കുന്ന ഞങ്ങളുടെ തലമുറകളെ അടുത്തേക്ക് ബന്ധിച്ച് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവരെല്ലാം കീഴടങ്ങുവാൻ ഇടവരുത്തണമേ. ദൈവത്തിൻ്റെ വചനമെന്ന ജീവജലത്താൽ എല്ലാവരെയും ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ പിതാക്കന്മാരെ വിടുവിക്കട്ടെ, തലമുറകളെ വിടുവിക്കട്ടെ, ഒരു ആത്മാക്കളെ വിടുവിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കുന്ന വചനം അവരിൽ മാംസം ധരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും പാപമോചനം ലഭിക്കട്ടെ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. എല്ലാ തലമുറകളും യേശുവിൽ വിശ്വസിക്കുകയും രക്ഷപ്രാപിക്കുകയും ചെയ്യട്ടെ. പിതാക്കന്മാരെ, തലമുറകളെ, കർത്താവിൻ്റെ വചനം കേൾക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ വിശ്വാസത്താൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്വതന്ത്രരാകട്ടെ. ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രരാകട്ടെ. എല്ലാവരും, എല്ലാ അടിമകളും, ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഇതാ നിങ്ങളുടെ രക്ഷ യേശു ക്രിസ്തുവിലാണ്. നിങ്ങളുടെ രക്ഷ യേശു ക്രിസ്തുവിലാണ്.
യേശുവിനെ വിശ്വസിക്കുക, നീ രക്ഷപ്പെടും, നിൻ്റെ കുടുംബം രക്ഷപ്പെടും, നിൻ്റെ തലമുറ രക്ഷ പ്രാപിക്കും. എല്ലാ ആത്മാക്കളും കീഴടങ്ങട്ടെ, കീഴടങ്ങട്ടെ. യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ, യേശുവിനെ കർത്താവായി സ്വീകരിക്കട്ടെ. യേശു ക്രിസ്തുവിലാണ് രക്ഷയുള്ളത്. യേശുവിൽ വിശ്വസിക്കുക, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. കർത്താവിൻ്റെ വചനം കടന്നു ചെയ്യാൻ അവരെല്ലാം വിടുവിക്കട്ടെ കർത്താവ്. ആ തടവറയിൽ കിടക്കുന്ന സകല ആത്മാക്കളെയും മോചിപ്പിക്കണമേ ദൈവം. ഇരുട്ടിൽ നിന്ന് വരെ പുറത്തു കൊണ്ടുവരണേ കർത്താവേ. ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, സ്തോത്രം, അങ്ങേക്ക് മഹത്വം. ദൈവം നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട എല്ലാ ആത്മാക്കളെയും പിതാവേ അങ്ങ് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിൽ നന്മകൾ പ്രാപിക്കുവാൻ അവരെ അർഹരാക്കണമേ. യോഹന്നാൻ 3:5 യേശുവിൻ്റെ വചനം, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. കർത്താവികളെ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ വചനം അത് ജീവജലമായി അവരെ കഴുകി വിശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവ് അവരെ രൂപാന്തരപ്പെടുത്തട്ടെ, എൻ്റെ ദൈവമക്കളാക്കി തീർക്കട്ടെ. ദുഷ്ടൻ്റെ ഛായയും സദൃശ്യവും എടുത്തു മാറ്റി ദൈവത്തിൻ്റെ ഛായയും സദൃശ്യവും അവർക്കുണ്ടാകുമാറാകട്ടെ. അവർക്കെല്ലാം പുതിയ പേരുകൾ നൽകി സ്വീകരിക്കണമേ. ഈ ഭൂമിയിലുള്ള, ഞങ്ങളിലുള്ള, ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള, സാമ്പത്തിക മേഖലയിലുള്ള അവരെല്ലാ സ്വാധീനങ്ങളെയും വിച്ഛേദിക്കുന്നു. മിഖായേലോടും സ്വർഗീയ ദൂതന്മാരോടും പ്രാർത്ഥിക്കുന്നു, കടന്നു വന്നവരെ സ്വീകരിക്കണമേ. സ്വർഗീയ പ്രതീക്ഷയിൽ കൂട്ടിച്ചേർക്കണമേ. ഈ ഭൂമിയിലുള്ള എല്ലാ സ്വാധീനം വിട്ടുപോകട്ടെ. ഒരുപാട് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് നിങ്ങളവർ വിട്ടുതരുന്നു. ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ തലമുറകളെയും പരിശുദ്ധ കന്യാമറിയം വഴി കർത്താവിന് കൊടുത്തുകൊണ്ട് മുഖ്യനാവശ്യം മിഖായേലും സൈന്യവും അവരെ സ്വീകരിച്ച് സുഖപ്രതിഷ്ഠയിൽ കൂട്ടിച്ചേർക്കുമാറാകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി ആരാധന, ഗ്ലോറി ആരാധന. സ്തുതിക്കുന്നു ദൈവമേ, നന്ദി, സ്തോത്രം അങ്ങേക്ക് മഹത്വം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹീതനാവും. ഇരു കാര്യങ്ങളെയും സ്ഥിരസ്ഥിൽ വയ്ക്കാം. യേശു ഉന്നതങ്ങളിലേക്ക് ആരോപണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി അവിടുന്ന് മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ മേലുള്ള ബന്ധനങ്ങളും ശാപങ്ങളും അഴിച്ചു മാറ്റി ഞങ്ങളുടെ ദാനം പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. പിതാക്കന്മാരുടെ പാപങ്ങളോട് ഞങ്ങൾ കടന്നു വന്ന എല്ലാ രോഗങ്ങളും പാപങ്ങളും കഷ്ടങ്ങളും മാറ്റി ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. ദൈവസ്വഭാവമുള്ള, ദൈവസ്നേഹം നിറഞ്ഞ പുതിയ വ്യക്തിത്വം തരണേ കർത്താവേ. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി മാറ്റണമേ. എൻ്റെ പിതാക്കന്മാരോട് കടന്നു വന്നിട്ടുള്ള കടഭാരങ്ങൾ, ശാപങ്ങളെല്ലാം ഞങ്ങൾ വിട്ടുപോകട്ടെ. സാമ്പത്തിക ബാധ്യതകൾ വിട്ടുപോകട്ടെ. ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത കഷ്ടങ്ങളിൽ വിട്ടു മാറട്ടെ. ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനതയെ തീരട്ടെ കർത്താവേ. അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ നന്മകൾ കൊണ്ട് ഞങ്ങൾ നിറയട്ടെ ദൈവമേ. അബ്രഹാം ഇസ്ഹാക്കിനും യാക്കോബിനും ലഭിച്ചിട്ടുള്ള നന്മകൾ പ്രാപിക്കാൻ ഞങ്ങളെ അർഹരാക്കിയാലും ഗലാത്യർ 3:14 വചനപ്രകാരം അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിന് പ്രകാരം സംഭവിച്ചത്. യേശു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ശപിക്കുട്ടനായി തീർന്നത് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അബ്രഹാത്തിന് ലഭിച്ച അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാൽ യേശു ക്രിസ്തുവിൻ്റെ വിടാസംഘടനത്തിൻ്റെ യോഗ്യതയാൽ ഞാൻ യേശുവിൻ്റെ അബ്രഹാത്തിൻ്റെ സന്തതിയാകയാൽ അബ്രഹാത്തിന് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കുമാറാകട്ടെ. എൻ്റെ മേലും കടന്നു വരട്ടെ. എല്ലാ ഞെരുക്കങ്ങളും കഷ്ടങ്ങളും എന്നെ വിട്ടുപോകട്ടെ.
ശാപങ്ങൾ എന്നെ വിട്ടുപോകട്ടെ, തിന്മയെന്നെ വിട്ടു മാറട്ടെ, അടിമത്തങ്ങൾ വിട്ടു മാറട്ടെ. കർത്താവേ, ഞങ്ങളിൽ പുതിയ സൃഷ്ടിയെ തീരട്ടെ. എന്നെ അനുഗ്രഹിച്ചാലും എന്നെ അഭിഷേകം ചെയ്താലും എന്നെ സൗഖ്യപ്പെടുത്തിയാലും സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, നന്ദി, അങ്ങേക്ക് മഹത്വം, ആരാധന, ആരാധന. ഗ്ലോറി, ആരാധന, ഗ്ലോറി, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെയും വചനത്തിൻ്റെയും അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിറവും നിയന്ത്രണവും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കന്യാമറിയത്തിൻ്റെ ആധിപത്യവും അധികാരവും ശക്തിയും അവിടുത്തെ അഭിഷേകത്തിൻ്റെ മുദ്രയും എന്നും എപ്പോഴും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവേ മരിയ, അവേ മരിയ, അവേ മരിയ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. നമ്മുടെ കാര്യങ്ങൾ അടിച്ച് നന്ദി പറയാം.